കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ മീറ്റിങ്ങിൻ്റെ രണ്ടാം രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നമ്മെ അനുഗ്രഹിപ്പാൻ സർവശക്തനായ ദൈവം തൻ്റെ അനുഗ്രഹത്തിൻ്റെ പെട്ടകവുമായി തൻ്റെ അദൃശ്യ ദൂതഗണങ്ങളുമായി നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ആത്മാവിൽ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മുടെ മുൻഗാമികളായ ഭക്തന്മാർ എഴുതിയിട്ടുള്ള നല്ല മനോഹരമായ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിപ്പാനും നമ്മുടെ അതിലുപരിയായി കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തി നീതിമാന്മാരുടെ ഗണത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയ ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും നാം കേട്ടുകൊണ്ടേയിരുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ആഗതരായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കരുണാസമ്പന്നനായ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നമ്മെ കൊണ്ടെത്തിപ്പാൻ ശക്തനായ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് താണിരിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ പോറ്റി പുലർത്തിയ ദൈവം തുടർന്നും നിത്യതയോളം നമ്മെ പോറ്റി പുലർത്തട്ടെ. തിരുവഴുത്തിലെ ഭക്തന്മാരിൽ ഒരുവനായ മോശ തൻ്റെ വാർദ്ധക്യ നാളുകളിൽ, തൻ്റെ അവസാന നാളുകളായപ്പോൾ താൻ പാടിയിട്ടുള്ള മനോഹരമായ ഒരു സംഗീതം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതിൽ മോശ ഒരു വാക്കിങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ്റെ സകല വിശുദ്ധന്മാരും ദൈവത്തിൻ്റെ കരത്തിലിരിക്കുന്നു. ഓൾ സെൻറ്റ് എന്നൊരു വാക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത്. സകല വിശുദ്ധന്മാരും ദൈവം തമ്പുരാൻ്റെ കരത്തിലിരിക്കുകയാണ്. ഈ സകല വിശുദ്ധന്മാരുമെന്ന് മോശ പറയുമ്പോൾ അതിന് പല ഭാഗങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ വിശുദ്ധന്മാരാണ്. അവർ ദൈവത്തിൻ്റെ കരത്തിലിരിക്കുന്നു. ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അതപ്പാടെ അനുസരിക്കുവാൻ ശക്തരായ ദൂതന്മാർ, ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി ഇന്ന് സ്വർഗത്തിലും ഭൂമിയിലും ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. അടുത്തതായി വിശുദ്ധന്മാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ മരണത്തിരശ്ശീലയ്ക്കപ്പുറം മറഞ്ഞുപോയി ആത്മാക്കൾ വിശ്രാമം പ്രാപിച്ച വിശുദ്ധന്മാർ, അവരാരും നഷ്ടപ്പെട്ടിട്ടില്ല. അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശ്രാമം പ്രാപിച്ചിരിക്കുകയാണ്. മൂന്നാമതുള്ള വിശുദ്ധന്മാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട ജീവനോടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരായ ഞാനും നിങ്ങളുമാണ്. നാം ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുന്നു. അവൻ നമ്മെ പണിയട്ടെ, അവൻ നമ്മെ സൂക്ഷിക്കട്ടെ, അവൻ നമ്മെ ഉയർത്തട്ടെ. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കാം. കൈവിടാത്തവനും ആ ബലമുള്ള ഭുജത്തിൽ നിന്നൊരു ദുഷ്ടൻ വലിച്ചു പറിക്കാത്തതുമായ ആ ബലമുള്ള കരങ്ങളിൽ താണിരിക്കാം. സ്വർഗം തൻ്റെ ഹിതം നമ്മിൽ നിവർത്തിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിലെ പ്രാരംഭ രക്തസാക്ഷിയായ സ്തെഫാനോസിൻ്റെ മരണനിമിഷത്തിന് തൊട്ടു മുൻപായി തൻ്റെ ചുറ്റും ഓടിക്കൂടിയ യഹൂദന്മാരോട് അബ്രഹാം എന്ന ദൈവത്തിൻ്റെ സ്നേഹിതൻ കൽദേറ പട്ടണം വിട്ട് കനാൻ എന്ന ദേശത്തേക്ക് വന്നുവെന്നും അബ്രഹാമിനോട് നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്ത പ്രകാരം നസ്രേനായ യേശുവിനെ ലോകത്തിൽ അയച്ചെന്നു. ആ യേശുവിനെ യഹൂദന്മാർ ക്രൂശിച്ചു കൊന്നെങ്കിൽ പോലും അവൻ മരണം വിട്ട് ഉയർത്തു വന്നു എന്നുള്ള സ്തെഫാനോസിൻ്റെ പ്രസംഗം കേട്ട് കോപിഷ്ഠരായി അവനെ ഉന്തി തള്ളി പാളയത്തിൻ്റെ പുറത്തു കൊണ്ടുപോയി ഒരു തെരുവ് നായി എറിഞ്ഞു കൊല്ലുന്നത് പോലെ ആ നീതിമാനായ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. എന്നാൽ തൻ്റെ അന്തിമ പ്രഭാഷണത്തിൽ താൻ യഹൂദന്മാരോട് പറയുന്നൊരു വാക്കായിരുന്നു കഴിഞ്ഞ രാത്രിയിലെ നമ്മുടെ ചിന്താവിഷയം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യത്തിൽ വരുമ്പോൾ സ്തെഫാനോസ് പറയുന്നു, മരുഭൂമിയിലെ സഭയോടുകൂടെ ഇരുന്നവൻ എന്ന് സ്തെഫാനോസ് പറയുന്നൊരു വാക്ക് നമുക്ക് കാണാം. ദയവായി ആ തിരുവെഴുത്തൊന്ന് വായിച്ചാൽ. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും, സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോട്, നമ്മുടെ പിതാക്കന്മാരോടും കൂടെ
മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും മരുഭൂമിയിലെ സഭയിൽ ഇരിക്കുന്നവൻ. കഴിഞ്ഞ രാത്രിയിൽ ഈ തിരുവെഴുത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിന്റെ ഒരു ചെറിയ രൂപരേഖ നമ്മുടെ മനസ്സിൽ നാം വരച്ചു. ഇസ്രായേൽ അടിമത്തമായ മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ട് ആഴമേറിയ ചെങ്കടൽ കടന്ന് വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് ജോർദാൻ അക്കരെ കടന്ന് കനാനിലെ ജാതികളെ കൊന്നുമുടിച്ച് അവരുടെ പിതാവായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത ദേശം പിടിപ്പാൻ അവർ പോകുന്ന ഒരു സംഭവ ചരിത്രമാണ് സ്തെഫാനോസ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ രാത്രിയിൽ അതിൻ്റെ ചില ഭാഗം നാം ചിന്തിച്ചു. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചത് മരുഭൂമി എന്നുള്ളതിനെ കുറിച്ചാണ്. ഓരോ ക്രൈസ്തവനും മരുഭൂമിയിലാണ് ജീവിക്കുന്നതെന്നും മരുഭൂമി ഒരു യുദ്ധക്കളമാണെന്നും മരുഭൂമി ഒരു പരിശീലന സ്ഥലമാണെന്നും മരുഭൂമിയിലാണ് ദൈവത്തിൻ്റെ കരുതലുകളെ നാം കാണുന്നെന്നും യേശുവിന് മുന്നോടിയായി വന്ന യോഹന്നാന് മരുഭൂമിയിൽ വെച്ചാണ് അരുളപ്പാടുണ്ടായെന്നും മരുഭൂമിയിൽ വെച്ച് ദൈവം തൻ്റെ ജനത്തോട് കൃത്യമായി സംസാരിക്കുമെന്നും മരുഭൂമിയിൽ ദീർഘകാലം പരിശീലനം പ്രാപിച്ച മോശ ഭൂതലത്തിൽ വെച്ച് ഏറ്റവും വലിയ സൗമ്യനാണെന്നും കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ കഠിനമായ ചൂടും മരുഭൂമി കാറ്റുപേറ്റ് അവൻ്റെ പ്രാണൻ വലിഞ്ഞു പോകാതിരിക്കുവാൻ അവൻ ആശ്വാസമായി വിശ്രമിപ്പാൻ ഒരു പ്രിയന്റെ മാർബിടമുണ്ടെന്നും അവൻ്റെ മരുഭൂമിയെ ഉദ്യാനമാക്കി തീർക്കുവാൻ ഉയരത്തിലെ ശക്തി അവനിൽ വ്യാപരിക്കുമെന്നും പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും നൽകി ദൈവത്തിൻ്റെ വിശ്വസ്തത അവന് പരിചയമായിരിക്കുമെന്നും മരുഭൂമിയിൽ തളർന്നു വീഴാതിരിപ്പാൻ ശക്തിമാന്മാരുടെ ആഹാരമായ മന്ന അവന് കൊടുക്കുമെന്നും കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് മരുഭൂമിയിലെ സഭ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ശ്രോതാക്കളായി കടന്നു വന്ന നിങ്ങളെല്ലാവരെയും കരുണാസമ്പന്നനായ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ രാത്രിയിലെ ചിന്താ വിഷയം മരുഭൂമിയിൽ ഒരു സഭയുണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവസഭ എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നാം അത് പഠിക്കുകയാണെങ്കിൽ ഇന്ന് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ 3 നിലവാരത്തിലുള്ള സഭകളെ നമുക്ക് കാണാം. ഒന്ന്, പഴയ നിയമ ഇസ്രായേലിനെ ദൈവസഭയെന്നാണ് വിളിച്ചിരിക്കുന്നത്. 74-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ആസാഫ് എന്നൊരു ഭക്തൻ പറയുന്നു, പണ്ടേ നീ സമ്പാദിച്ച സഭയും നീ വസിച്ചു പോരുന്ന സിയോൻ പർവ്വതത്തെയും ഒന്ന് ഓർക്കണമേ. അപ്പോൾ പഴയ നിയമ ഇസ്രായേൽ ദൈവത്തിൻ്റെ സഭയാണെന്ന് പുരാതന കാലത്തെ ഭക്തന്മാർ തങ്ങളുടെ തിരുവെഴുത്തുകളിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ സഭ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു കാൽവറിയിൽ ചൊരിഞ്ഞ തൻ്റെ പരിശുദ്ധ നിണത്താൽ വിലയ്ക്ക് വാങ്ങിയ തൻ്റെ ശരീരമായ സഭയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായ വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോഴും അതുപോലെ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോഴും ശരീരം ദൈവസഭയാണ്, അല്ലെങ്കിൽ യേശു രക്തത്താൽ വാങ്ങിയ ഒരു സഭ ഭൂമിയിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമതായി നാം നോക്കുമ്പോൾ തിരുവെഴുത്തിൽ മൂന്നാമതായി വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ മർമ്മം മഹിദിയാം ബാബിലോൺ, മ്ലേച്ഛതകളുടെ മാതാവായി വരുവാൻ പോകുന്ന എതിർക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഒരു സഭ ഇപ്പോൾ ഭൂമിയിൽ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ആഗോള വ്യാപകമായ മാനവരാശിയെ നാം വേർപിരിക്കുമ്പോൾ ഇസ്രായേൽ എന്നൊരു സമൂഹം ഇതാ ദൈവത്തിൻ്റെ മണവാട്ടിയായി ഇന്ന് ലോകത്തിൽ കാണപ്പെടുകയാണ്. മറ്റൊന്ന്, യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ കൃപായിക വിശുദ്ധന്മാർ പുതിയ നിയമസഭയായി കാണപ്പെടുകയാണ്. മൂന്നാമതായി പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന യോഹന്നാൻ ആത്മാവിൽ ദർശിക്കുമ്പോൾ അദ്ദേഹം കണ്ടിട്ട് പറയുകയാണ്, ഇതാ മർമ്മം മഹിദിയാം ബാബിലോൺ, മ്ലേച്ഛതകളുടെയും ദുഷ്ടതയുടെയും മാതാവായ ഒരു സ്ത്രീയെ കാണാം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പൊ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ട ചിന്താ വിഷയം പഴയ നിയമ ഇസ്രായേൽ മരുഭൂമിയിലെ സഭയായിരുന്നു. ഇന്ന് കൃപായുഗത്തിൽ നാം ജീവിക്കുമ്പോൾ കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്രൈസ്തവന്റെ ജീവിതം എടുത്തു നോക്കിയാൽ ഒന്ന്, അവനൊരു യുദ്ധകളത്തിൽ നിൽക്കുന്ന സൈനികനാണ്. 2, അവൻ പാക്കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു നാവികനാണ്. 3,
അവൻ ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു ഓട്ടക്കാരനാണ്. ഒരിക്കലും അവന്റെ ജീവിതം ഒരു ഉല്ലാസയാത്രയല്ല. ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഉയർച്ചകളെയും താഴ്ചകളെയും സമൃദ്ധിയെയും ദാരിദ്ര്യത്തെയും ഒക്കെ താണ്ടിക്കൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് കനാൻ എന്ന മനോഹര ദേശത്തെ നോക്കി അവൻ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ മരുഭൂമിയിൽ കൃപായുഗത്തിൽ ഒരു സഭയുണ്ട്. പഴയ നിയമ ഇസ്രായേൽ ദൈവത്തിന്റെ സഭയായി മിസ്രൈമിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ടു. മോശയുടെയും അഹരോന്റെയും സാന്നിധ്യം അവർക്കുണ്ടായിരുന്നു. അവരുടെ പാളയത്തിൽ സമാഗമന കൂടാരം എന്ന ഒരു മനോഹര ആലയമുണ്ടായിരുന്നു. അവരുടെ പാളയത്തിൽ സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ പിച്ചള താമ്ര സർപ്പത്തെ ഉയർത്തിയ ഒരു കൊടിമരമുണ്ടായിരുന്നു. ആദ്യമായി ഈജിപ്തിലെ കടിമയായി വിൽക്കപ്പെട്ട ഫലവത്തായ വൃക്ഷമെന്ന് അയോധ്യനായ യാക്കോബ് വിശേഷിപ്പിച്ച ജോസഫ് എന്ന നീതിമാന്റെ അസ്ഥികൂടങ്ങൾ ആ പാളയത്തിൽ ഉണ്ടായിരുന്നു. ഇതുപോലെ പ്രവാചകന്മാർ, നീതിമാന്മാർ തിങ്ങി നിറഞ്ഞതായിരുന്നു ഇസ്രായേലിന്റെ പാളയം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ ഇന്നൊരു സഭയുണ്ട്. ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ വളരെ നന്നായിട്ട് അറിയുന്ന ഒരു വിഷയമാണ് ദൈവസഭ എന്നുള്ളത്. മരുഭൂമിയിൽ ഇസ്രായേൽ സഭയായിരുന്നു പോലെ, അതൊരു അക്ഷരീയ സഭയായിരിക്കും പോലെ, കൃപായുഗത്തിൽ യേശു രക്തം കൊടുത്തു വാങ്ങിയ ഒരു സഭയുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ പിൻഗാമികൾ ഒരുവനായ വിശുദ്ധ പൗലോസ്ലീഹ തന്റെ യാത്രമധ്യേ താൻ പറയുന്ന ഒരു വാക്കുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ്. ശ്രദ്ധിക്കുക, സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. ഒന്നുകൂടെ വായിച്ചാൽ, നിങ്ങളെ തന്നെയും. ശ്രദ്ധിക്കുക, സഭാ നടത്തിപ്പുകാർക്ക് പൗലോസ്ലീഹ നിർദ്ദേശം നൽകുമ്പോൾ നിങ്ങളെ തന്നെയും തന്റെ പരിശുദ്ധ രക്തത്താൽ താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ. ദൈവത്തിന്റെ സഭ, ഈ സഭയുടെ മറുവില യേശുവിന്റെ പരിശുദ്ധ രക്തമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ മശിഹായുടെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം അത് യാദൃശ്യമായിരുന്നില്ല. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയപ്പോൾ അവനെ വീണ്ടെടുക്കുക എന്നുള്ള ദൈവിക പദ്ധതിയോടുകൂടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. ദീർഘമായ 33.5 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു. തന്റെ അവസാന നിമിഷത്തിൽ താൻ പിതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം സ്ലീഹന്മാരിൽ ഒരുവനായ പൗലോസ്ലീഹ ഹെബ്രായ ലേഖനത്തിൽ എടുത്ത് എഴുതിയിരിക്കുക, പിതാവേ, ഞാൻ ലോകത്തിൽ വന്നപ്പോൾ നീ ഹനനയാഗവും നീ വഴിപാട് വീക്ഷിച്ചില്ല, സർവാംഗ ഹോമയാഗങ്ങളിൽ നീ പ്രസാദിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ നിനക്കത് തരാമായിരുന്നു. എന്നാൽ ഞാൻ ലോകത്തിലേക്ക് വന്നപ്പോൾ നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശുവിന്റെ സാക്ഷ്യവചനം പൗലോസ്ലീഹ എടുത്തുച്ചരിക്കുക. ശരീരത്തോടുകൂടെ ലോകത്തിലേക്ക് വന്ന യേശു ഒരേ ഒരു യാഗമേ അർപ്പിച്ചിട്ടുള്ളൂ. അത് ആടുകളുടെയും കാളകളുടെയും രക്തമല്ല. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമുക്കിടയിൽ പാർത്ത യേശു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി തന്റെ ദേഹമായി യാഗപീഠത്തെ അർപ്പിച്ചുകൊണ്ട് ജീവന്റെ പുതുവഴി മാനവരാശിക്ക് തുറന്നു കൊടുത്തു. അതിലുപരിയായി തന്റെ പരിശുദ്ധ നിണത്താൽ ഒരു സഭയെ ഭൂമിയിൽ വിലയ്ക്കുവാൻ ഇന്നൊരു യേശുവിന്റെ സഭ ഭൂമിയിലുണ്ട്. പുരാതന നമ്മുടെ പിതാക്കന്മാർ സഭാ നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ യാക്കോബ സുറിയാനി സഭയുടെ മുൻഗാമികളായ പിതാക്കന്മാർ സഭയുടെ ക്രമം എഴുതുമ്പോൾ അവരിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: സഭ ഏകമാണ്, സഭ കാതോലികമാണ്, സഭ വിശുദ്ധമാണ്, സഭ ശ്രൈകികമാണ്. ഈ 4 കാര്യങ്ങളും സഭയുടെ അടിസ്ഥാന ഘടകമാണ്. സഭ ഏകമാണ്, ഒരേ ഒരു സഭയുള്ളൂ. കർത്താവായ യേശുവാണ് സഭയുടെ ശിരസ്. ആ ശിരസിനോടുകൂടെ ചേർക്കപ്പെട്ട ശരീരമാണ് വിശുദ്ധ സഭ. അപ്പോൾ സഭ ഏകമാണ്. ദൈവത്തിന് മഹത്വമുണ്ട്. 2-ാമത്തെ വാക്യം ഏതാണ്? സഭ വിശുദ്ധമാണ്. സഭ കള്ളൂടിയന്മാരുടെ കൂട്ടമല്ല. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവകൽപ്പനകളെ പ്രമാണിച്ച
വിശുദ്ധന്മാരുടെ സമൂഹമാണ് ദൈവത്തിന്റെ സഭ. മൂന്നാമത്, സഭ കാതോലികമാണ്. എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേ പ്രമാണവും ഒരേ നിയമവും പാലിക്കുന്നതാണ് ദൈവത്തിന്റെ സഭ. അടുത്തത്, സഭ ശ്ലൈകികമാണ്. മശിഹായിക്ക് പ്രതിപുരുഷന്മാരായി ഭൂമിയിൽ ഐക്യപ്പെട്ടിട്ടുള്ള വിശുദ്ധന്മാരാൽ നടത്തപ്പെടുന്നതാണ് ദൈവത്തിന്റെ സഭ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു രക്തം കൊടുത്താണ് ഈ സഭയെ സമ്പാദിച്ചത്. പൗലോസ്ലീഹ യാത്രമധ്യേ സഭാ ശുശ്രൂഷകരോട് പറയുക, നിങ്ങൾ നിങ്ങളെ തന്നെയും തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയെയും സൂക്ഷിച്ചുകൊള്ളണം. ഈ സഭയ്ക്ക് മറുവില കൊടുത്തു. അത് യേശുവാണ് കൊടുത്തത്. ഈ സഭ വിശുദ്ധമാണ്, സഭ കാതോലികമാണ്, സഭ ഏകമാണ്, സഭ സ്ലീഹന്മാരാൽ ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരാൽ നടത്തപ്പെടുന്നതാണ് ദൈവത്തിന്റെ സഭയെന്ന് നമ്മുടെ മുൻഗാമികളായ പിതാക്കന്മാർ സഭാചരിത്രത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാം വിശദമായി നമുക്ക് ചിന്തിപ്പാൻ സമയം പോരാ. പഴയ നിയമ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ മശിഹായെയും സഭയെയും കണ്ടുകൊണ്ട് അനേക ഭക്തന്മാർ ആത്മീയ ദർശനങ്ങൾ അവരുടെ പ്രവചന ചുരുളിൽ എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും ഒരിക്കൽ യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. തെറ്റരുത്, പത്രോസ് എന്ന പാറമേലല്ല പണിതിരിക്കുന്നത്. പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത യേശു എന്ന പാറയിലാണ് സഭയെ പണിതിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ വരുമ്പോൾ 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, വായിച്ചാൽ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അനുഗമിച്ച സ്ത്രീകന്മാരുടെ ഗണത്തിൽ ഒരുവനായ കേഫാവ് എന്ന പത്രോസിനെ വിളിച്ചിട്ട് പറയുന്നു, പത്രോസേ, നീ പാറയാണ്. അടുത്ത വാക്ക്, ഞാൻ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അടുത്തത്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. വായിച്ചാട്ട്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത, അല്ലെങ്കിൽ പാതാള വാതുക്കൽ സാത്താൻ മെനഞ്ഞെടുക്കുന്ന തന്ത്രങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത ഒരു പാറയിലാണ് പുതിയ നിയമസഭയെ പണിതിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സഭയ്ക്ക് മറുവില യേശുവിന്റെ രക്തമാണ്. പുതിയ നിയമ സ്ത്രീഹന്മാരുടെയും യേശുവിന്റെ വാക്കുകളെയും നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഈ സഭയെ പല ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പൗലോസ്ലീഹ പറയുകയാണ്, ഈ സഭ യേശുവിന്റെ ശരീരമാണ്. ഒന്ന് വായിക്കാമോ? അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. ദൈവസഭ യേശുവിന്റെ ശരീരമാണ്. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ബൈബിളിൽ യേശുവിന്റെ 3 നിലവാരത്തിലുള്ള ശരീരം കാണാം. ഒന്നാമത്തെ ശരീരം എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, വചനം ജഡമായി ഭൂമിയിൽ വന്ന ശരീരം. പിതാവേ, എന്തിനാണ് നീ എനിക്ക് ശരീരം ഒരുക്കിയിരിക്കുന്നു എന്നൊരു ചോദ്യം അന്തിമ അത്താഴത്തിന് ശേഷം ഗെത്സമനയിലേക്ക് പോകുമ്പോൾ യേശു ചോദിക്കുന്ന ചോദ്യം പൗലോസ് എടുത്തെഴുതിയിരിക്കുക. പക്ഷേ മശിഹാ ജനിക്കുന്നതിന് 700ഓളം വർഷങ്ങൾക്കപ്പുറം യെരൂശലേമിന്റെ വീതിയിൽ ജീവിച്ച ഇസ്രായേൽ പ്രവാചകണത്തിൽ ഒരുവനായ യെശയ്യാവ് മശിഹായെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അവന്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തിക്കൊണ്ട് ജീവന്റെ പുതുവഴി തുറന്നു. അപ്പോൾ വചനം ജഡമായി തീർന്ന ഒരു ശരീരമായിരുന്നു. നമ്മുടെ മശിഹാ ക്രൂശിൽ മരിക്കുമ്പോൾ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് മരിക്കുന്നത്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ, ഇരു കള്ളന്മാർക്കും മധ്യേ, ദൈവത്തിനും മനുഷ്യനും മധ്യേ, കൃപയ്ക്കും നീതിക്കും മധ്യേ, റോമന്റെയും യഹൂദന്റെയും ശിക്ഷയേറ്റുകൊണ്ട് ഇരു കള്ളന്മാർ മധ്യേ തൂങ്ങുകയാണ്. അവസാന നിമിഷം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തന്റെ അവസാന തുള്ളി രക്തം വരെയും വിശുദ്ധ സഭയുടെ വീണ്ടെടുപ്പിനായി ഒഴുക്കിക്കൊടുത്തു. തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ കൊടുത്തു. തന്റെ അമ്മയെ യോഹന്നാന്റെ കയ്യിൽ കൊടുത്തു. തന്റെ
വസ്ത്രം തന്നെ ക്രൂശിച്ച പടയാളികൾക്ക് കൊടുത്തു. തന്റെ ശരീരം അരിമത്യക്കാരനായ ജോസഫിന് കൊടുത്തു. അവശേഷിച്ചതൊന്നുമില്ല, സകലതും ദാനം ചെയ്ത ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞു പ്രാണൻ വിട്ടു. തന്റെ രഹസ്യ ശിഷ്യനായ അരിമത്യക്കാരനായ ജോസഫും തന്നെ വന്ന് കണ്ട യഹൂദ പ്രമാണിയായ നിക്കോദിമോസും ചേർന്ന് യേശുവിന്റെ ആ അടിയേറ്റ് മുറിവേറ്റ ശരീരം എടുത്ത് യഹൂദന്റെ ആചാരം അനുസരിച്ച് ആ വിലപ്പെട്ട ശീലകൾ ചുറ്റി യേശുവിന്റെ ശവശരീരം അടക്കം ചെയ്തു. അടക്കം ചെയ്യപ്പെടുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസം വേളയിലാണ്. ശനിയുടെ ദിവസം കടന്നുപോയി. ഇതാ ഞായറാഴ്ച പ്രഭാതത്തിൽ യേശു ഉയർത്തു. അപ്പോൾ യേശുവിന്റെ മറ്റൊരു ശരീരം നമുക്ക് കാണാം. പൗലോസ്ലീഹ ഇതിന് മഹത്വമുള്ള ശരീരം എന്നാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുകയാണ്. മശിഹ മരണം വിട്ട് ഉയർത്തു വന്ന് സാധുക്കളായ ശിഷ്യന്മാർക്കിടയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ വ്യാകുലപ്പെട്ടവർ പറഞ്ഞു, ഭൂതം വരുന്നേ, ഭൂതം വരുന്നേ. അലറി വിളിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ കൈകാലുകൾ കാട്ടിക്കൊടുത്ത ശേഷം, നോക്കുവീൻ, എന്റെ കൈകാലുകൾ കാണുന്നില്ലേ? ഞാൻ യേശുവാണ്. എനിക്കുള്ളതുപോലെ ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി 33.5 വർഷക്കാലം പാർത്തിട്ട് മാനവരാശിയുടെ അകൃത്യം പിതാവ് അവന്റെ മേൽ ചുമത്തി ഗെത്സമന തുടങ്ങി ഗൊൽഗോത്തായോളം പീഡനമേറ്റ് ആ പീഡന അനന്തരം ദേഹമെന്ന തിരശ്ശീല ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ കുഞ്ഞാട് വെന്തരിഞ്ഞ് കാൽവറിയുടെ നിണത്താൽ മാനവരാശിക്ക് വീണ്ടെടുപ്പ് കൊടുത്ത ശേഷം ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട ശേഷം ഇതാ മറ്റൊരു ശരീരം പിതാവ് നൽകുന്നു. അത് മഹത്വമുള്ള ശരീരമാണ്. മൂന്നാമത്തെ ശരീരമാണ് പുതിയ നിയമസഭ. കർത്താവായ യേശു രക്തം കൊടുത്തു മേടിച്ച മൂന്നാമത്തെ ശരീരം. അത് ബൈബിൾ നമ്മൾ നോക്കിയാൽ ബൈബിളിൽ അനേക കാര്യങ്ങൾ പറയുന്നു. വിശദമായി നമുക്ക് ചിന്തിപ്പാൻ സമയം പോരാ. പൗലോസ്ലീഹ പറയുകയാണ്, ഈ പുതിയ നിയമസഭ എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിന്റെ ശരീരം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. വീണ്ടും നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ അരിമശിഷ്യനായ തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയാണ്, മകനെ തീമോത്തിയോസേ, ഞാൻ വരാൻ താമസിച്ചാൽ ദൈവത്തിന്റെ ആലയമായ ദൈവത്തിന്റെ സഭയിൽ നീ എങ്ങനെ നടക്കണം? വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. അവിടെ ദൈവത്തിന്റെ സഭയെ ആലയത്തോട് സാമ്യപ്പെടുത്തി പറയുന്നു. വായിച്ചാൽ, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും, ഞാൻ വരുവാൻ താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ആലയം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ പറയുകയാണ്, കർത്താവായ യേശു രക്തം കൊടുത്തു മേടിച്ച സഭ അത് ക്രിസ്തുവിന്റെ ശരീരമാണ്. 2, അത് ദൈവത്തിന്റെ ആലയമാണ്. വീണ്ടും നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടിയെ ഓർത്ത് മാതാപിതാക്കന്മാർ വ്യാകുലപ്പെടുന്ന മനസ്സോട് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അവിടെ സഭയെ നിർമ്മല കന്യകയായി, ക്രിസ്തുവിനെ മണവാളനായും സഭയെ മണവാട്ടിയായും പൗലോസ്ലീഹ വിശേഷിപ്പിക്കുകയാണ്. വായിച്ചാട്ടെ 1 കൊരിന്ത്യർ 11-ാം അധ്യായം. പെട്ടെന്ന് വായിക്കും. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി. അവിടെ സഭയെ നിർമ്മല കന്യകയായിട്ടാണ് പറയുന്നത്. എല്ലാം വിശദമായി ചിന്തിച്ചു പോകുവാൻ നമുക്ക് സമയം പോരാ. വീണ്ടും എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു രൂപരേഖ എഴുതിയ ശേഷം പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 32-ാം വാക്യം. ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണമെന്നും ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണമെന്നും അങ്ങനെ കുടുംബ ജീവിതത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ സുരക്ഷിതത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം പൗലോസ് പറയുന്നു, ഞാൻ ഇവിടെ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. വായിച്ചാൽ, ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ സഭയും ക്രിസ്തുവും കാണുകയാണ്. വീണ്ടും നമ്മൾ തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ
അപ്പോസ്തലനായ പൗലോസ് തന്റെ അധ്വാനത്തെയും പ്രയത്നത്തെയും കുറിച്ച് പറയുമ്പോൾ, അപ്പൊല്ലോസ് നട്ടു, ഞാൻ വെള്ളം കോരി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ആലയം മനോഹരമായൊരു തോട്ടമാണ്. ദൈവത്തിന്റെ ആലയം ഫലപ്രദമായ മനോഹരമായൊരു തോട്ടമാണ്. അതിലെ ജോലിക്കാരാണ് പൗലോസും അപ്പൊല്ലോസും ഒക്കെ. പൗലോസാണ് നട്ടത്, അപ്പൊല്ലോസാണ് വളമിട്ട് വെള്ളം കോരിയത്, കിളുക്കുമാറാക്കിയത് യജമാനനാണ്. നിത്യതയിൽ കൂലിക്കാർ അവരുടെ കൂലി വാങ്ങിക്കൊള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ സഭയെ ഒരു തോട്ടത്തോട് സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ആ തോട്ടത്തിലെ നീതി വൃക്ഷങ്ങളാണ്. സ്വർഗം നമ്മെ ഫലമുള്ളവരാക്കി തീർക്കട്ടെ. വീണ്ടും കാലങ്ങൾ പലത് കടന്നുപോയി. AD 90-96 കാലയളവിൽ ഡൊമേഷ്യൻ എന്ന റോമൻ ചക്രവർത്തിയുടെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് വയോധ്യനായി പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലെത്തിയ യോഹന്നാനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, യോഹന്നാനെ വരിക, കർത്താവിന്റെ കാന്തേ, ക്രിസ്തുവിന്റെ കാന്തേ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അണിഞ്ഞൊരുങ്ങുന്ന ഒരു മണവാട്ടിയുടെ രൂപം മനസ്സിൽ കരുതിക്കൊണ്ട് ഉയർന്ന ഒരു വന്മലയിലേക്ക് ആത്മാവ് പോകുമ്പോൾ യോഹന്നാൻ കണ്ടത് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച് ഒരു മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. വായിച്ചാട്ട് 19. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം. യെരൂശലേം എന്ന വിശുദ്ധ നഗരം. ശ്രദ്ധിക്കുക, പുതിയ നിയമസഭയെ നാം പല ദിശകളിൽ നിന്നാണ് വീക്ഷിച്ചത്. ഈ സഭയ്ക്ക് മറുവില കൊടുത്തത് യേശു രക്തമാണ്. ഈ സഭ പണിയപ്പെട്ടിരിക്കുന്നത് പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത പാറമേലാണ്. ഈ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം പഠിച്ചപ്പോൾ ശിരസ് ക്രിസ്തുവാണ്, ശരീരം സഭയാണ്. അതിലുപരി ഈ ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ ആലയമാണ്. അതിനപ്പുറം ക്രിസ്തുവിന്റെ സഭ മണവാളന്റെ ആഗമനം പ്രതീക്ഷിക്കുന്ന ഒരു നിർമ്മല കന്യകയാണ്. അതിനപ്പുറമായി ഭാര്യ ഭർത്തൃ ബന്ധം പോലെ ആഴമേറിയ ഒരു ബന്ധം ക്രിസ്തുവും സഭയും തമ്മിലുണ്ട്. അതിലപ്പുറമായി ശപിക്കപ്പെട്ട ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കൃഷിക്കാരന്റെ അധ്വാന ഫലം പോലെ മനോഹരമായ ഒരു തോട്ടത്തോട് ദൈവസഭയെ സാമ്യപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാറ്റിലുപരി പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായിട്ട് അലങ്കരിച്ച ഒരു മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിറങ്ങി വരികയാണ്. പഴയ നിയമ ചരിത്രം നമ്മൾ പഠിച്ചാൽ ഈ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ നിങ്ങൾ ഇതിന്റെ ഏതു ഭാഗം മുറിച്ചാലും ഇതിന്റെ സെൻട്രൽ ഒരു റെഡ് ലൈൻ കിടപ്പുണ്ട്. ബ്രിട്ടീഷുകാരുടെ ആർമി ക്യാമ്പിൽ നിങ്ങൾ പോയാൽ ഈ ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്ന ആർമി ക്യാമ്പിലെ എല്ലാ കയറുകളിലും വടങ്ങളിലും ഏറ്റവും ചെറിയ ഒരു ചരടിൽ പോലും ഒരു റെഡ് ലൈൻ ഉണ്ട്. ലണ്ടൻ പട്ടണത്തിന്റെ ഏത് തെരുവിൽ അത് എറിഞ്ഞു കളഞ്ഞാലും ആരും എടുക്കത്തില്ല. കാരണം ഇത് ബ്രിട്ടന്റേതാണ്, ബ്രിട്ടൻ ആർമിയുടേതാണ്. നിങ്ങൾ അവരെ ഒരു വടം വാങ്ങി അത് ഇഞ്ചിഞ്ചായി മുറിച്ചു നോക്കിക്കോ. പുറമേ അത് ഏതെങ്കിലും ഒരു പ്രത്യേക കോട്ടിംഗ് കളറാണെങ്കിലും അതിന്റെ നടുവിൽ കൂടെ റെഡ് ലൈൻ പോകുന്നുണ്ട്. ഈ എവിടെ മുറിച്ചു നോക്കിയാലും ഒരു റെഡ് ലൈൻ കാണും. ഇത് പറയും ഇത് ബ്രിട്ടൻ ആർമിയുടെ സാധനമാണ്. ഏത് തെരുവിലെറിഞ്ഞാലും ആരും എടുക്കത്തില്ല. കാര്യം ഇത് ഇഞ്ചിഞ്ചായി മുറിച്ചാലും അതിന്റെ നടുവിൽ കൂടെ ഒരു റെഡ് ലൈൻ ഉണ്ട്. ദൈവമക്കളെ, ദൈവിക പദ്ധതിയുടെ ഭണ്ഡാരമായ വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ ഏറെക്കുറെ 1189 അധ്യായങ്ങളും 31,011 വാക്യങ്ങളും ഉൾക്കൊണ്ട് നിൽക്കുന്ന ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണമായ വിശുദ്ധ ബൈബിളിന്റെ ഏതൊരു തുമ്പ് മുറിച്ചു നോക്കിയാലും ഇതിന്റെ അകത്ത് ഒരു റെഡ് ലൈൻ കിടപ്പുണ്ട്. അത് ക്രിസ്തുവും സഭയുമാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ ഒരുപോലെ കിടക്കുന്ന ഒരു റെഡ് ലൈനാണ്. ഉൽപ്പത്തി പുസ്തകം എടുത്തു നോക്കിക്കോ, പ്രാരംഭത്തിൽ ആദാമിനെയും ഹവ്വായെയും നമുക്ക് കാണാം. നമ്മുടെ വല്യപ്പന്റെയും വല്യമ്മയുടെയും കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ആ സംഭവ ചരിത്രം പറയുമ്പോൾ അവിടെ ഒരു ആദാം ഹവ്വ ദമ്പതികളെ കാണാം. ആദാമിന് ഗാഢനിദ്ര വരുത്തി. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അങ്ങനെ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവർക്ക് ആദാം എന്ന് പേരിട്ടു. നല്ല വാക്കാണ്. ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അവർക്ക് ആദാം എന്ന് പേരിട്ടു.
ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തു. അവൻ തക്ക തുണയെ തേടി യാത്രയായി. ആകാശപ്പറവുകളെ നോക്കി കൂട്ടത്തോടെ പറക്കുന്നു, അവയ്ക്കെല്ലാം തുണയുണ്ട്. വനത്തിലെ മൃഗങ്ങളെ നോക്കി, അവയെല്ലാം കൂട്ടത്തോടെ സഞ്ചരിക്കുന്നു, അവയ്ക്കെല്ലാം തുണയുണ്ട്. അവൻ അരുവിയിലെ ചെറിയ പ്രാണികളെ നോക്കി, അവയ്ക്കെല്ലാം തുണയുണ്ട്. മഹാസമുദ്രത്തിലെ മത്സ്യത്തെ നോക്കി, അവയ്ക്കെല്ലാം തുണയുണ്ട്. അവന് തക്കതായ തുണ കണ്ടുകിട്ടാതെ വന്നപ്പോൾ സൃഷ്ടാവായ ദൈവത്തിന്റെ മുഖത്ത് നോക്കി ദൈവം അവനൊരു ഗാഠനിദ്ര വരുത്തി. ഗാഠനിദ്രയുടെ അനന്തരമായി അവന്റെ അസ്ഥിയും മാംസവും എടുത്താണ് ഹൗവ എന്ന ഒരു സ്ത്രീയെ രൂപപ്പെടുത്തിയത്. രണ്ടാമത്തെ ആദാമായ മശിഹാ തമ്പുരാൻ കാൽവറിയിൽ അനുഭവിച്ച ഗാഠനിദ്രയിൽ നിന്ന് അവന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും അവന്റെ മാംസത്തിൽ നിന്ന് മാംസവുമായി ഒരു സഭ ഇന്ന് ലോകത്തിലുണ്ട്. ഈ സഭയുടെ അസ്ഥിയും ഈ സഭയുടെ മാംസവും ഈ സഭയുടെ രക്തവും നമ്മുടെ കർത്താവായ യേശുവിന്റെ അസ്ഥിയും മാംസവും രക്തവുമാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവായ യേശുവിന്റെ അസ്ഥിയും മാംസവും രക്തവും നമുക്കുണ്ട്. അതിനാണ് യേശു അവസാനം പറഞ്ഞത്. എന്താ പറയുന്നത്? ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ മാംസമാണ്. ഇത് വാങ്ങി കുടിപ്പീൻ, ഇതെന്റെ രക്തമാണ്. മിശിഹായുടെ മാംസവും രക്തവും ഭക്ഷിച്ചതാണ്. സാത്താന് പോലും അത് നന്നായിട്ട് അറിയാം. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, കർത്താവായ യേശുവിന്റെ കാൽവറിയുടെ ഗാഠനിദ്രയാണ് എനിക്ക് നിങ്ങൾക്ക് നിത്യതയുടെ കവാടം തുറന്നു തന്നത്. നന്ദിയുള്ളവരായി നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. D.L. മൂഡി എന്ന് പറയുന്ന ഭക്തനോട് ഒരിക്കലൊരു ഇംഗ്ലീഷുകാരൻ ചോദിച്ചു, മൂടി നീ സ്വർഗത്തിൽ ചെന്നാൽ എന്തു ചെയ്യുമെന്ന്. ദരിദ്രനായ D.L. മൂഡി വിദ്യാഹീനനാണ്. സാധുവായ D.L. മൂഡി പറഞ്ഞു, ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ എന്റെ യേശുവിനെ കണ്ടാലുടനെ അദ്ദേഹത്തിന്റെ ആണിപ്പഴുതുള്ള കാലിൽ ഞാൻ കെട്ടിപ്പിടിച്ച് ആ മുറിവിൽ 1000 വർഷം ചുംബിക്കും. 1 2 അല്ല, 1000 വർഷം ഞാൻ ചുംബിക്കും. അപ്പോൾ യേശുവിനോട് ചോദിക്കും, മുടി നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ എന്റെ യേശുവിനോട് പറയും, ഇംഗ്ലണ്ട് പട്ടണത്തില് തെരുവുനായുടെ വില പോലുമില്ലാതെ ചെരുപ്പ് വൃത്തിയായി അലഞ്ഞ് നരയോഗ്യനായി എന്നെ സ്വർഗത്തിൽ കൊണ്ടെത്തിച്ചത് യേശുവേ നിന്റെ കാലിലെ മുറിപ്പാട്. അതുകൊണ്ട് ഞാൻ ആ മുറിപ്പാട് കണ്ട് 1000 വർഷം ചുംബിക്കും. പ്രിയ ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും മറുവിലയായി മശിഹാ രക്തവും മാംസവും കൊടുത്താണ് സഭയെ മേടിച്ചത്. നമുക്കും കഷ്ടങ്ങളൊക്കെ നേരിടുമ്പോൾ രക്ഷകന്റെ കാൽവറിയുടെ വേദന ഓർക്കുന്ന നന്നായിരിക്കും. ചില കാലങ്ങൾക്ക് മുമ്പ് ഞാൻ മുളന്തുരുത്തിയിലായിരിക്കുമ്പോൾ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഗ്രേസ് എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട്. അവൾ നല്ല മിടുക്കിയാണ്. ഏതോ കാര്യത്തിന് ഭൈത്തോമിൽ വന്നതാണ്. ഓടി നടന്ന് അവൾ ഉരുണ്ടു വീണു. പെട്ടെന്ന് അവളുടെ കാല് മുറിഞ്ഞു. എങ്ങനെയോ പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുമെന്നൊരു ഉറപ്പാണ്. ആ കുഞ്ഞു കരഞ്ഞോണ്ട് രക്തം ഒലിപ്പിച്ച് എൻ്റെ അടുക്കൽ വന്നു. പാസ്റ്റപ്പച്ച ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഭയങ്കര വേദനയാണോ ഗ്രേസ് എന്ന് ചോദിച്ചു. ഭയങ്കര വേദനയാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ കൈ പിടിച്ചോണ്ടിരിക്കുമ്പോൾ കൈയുടെ വെള്ളയ്ക്ക് ഒരൊറ്റ കിഴുക്കങ്ങോട്ട് കൊടുത്തു. അയ്യോ എന്ന് ചുവപ്പ്. ഞാൻ ചോദിച്ചു, ഭയങ്കര വേദനയുണ്ടോ? അയ്യോ ഇതും ഭയങ്കര വേദനയാണ്. അപ്പോൾ ഞാൻ യേശുവിന്റെ ക്രൂശ് പറഞ്ഞു. കുഞ്ഞിനറിയാമോ, 1900 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വേണ്ടി സ്വർഗം തരുവാൻ നമ്മുടെ കർത്താവായ യേശു അപ്പച്ചന്റെ കൈകളിൽ റോമൻ പടയാളികൾ അടിച്ചതെന്നോർത്ത് ആ കുഞ്ഞ് ഒരു നിമിഷം മൗനമായിരുന്നു. യേശുവിന്റെ കയ്യിൽ ആണി അടിക്കുന്ന കാര്യം ഓർത്തു. അതിന്റെ വേദന കുഞ്ഞൊന്നോർത്ത് നമ്മൾ നരകത്തിൽ പോകാതെ നമ്മെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുവാൻ റോമാക്കാർ യേശുവിന്റെ കയ്യിൽ ആണി അടിച്ചല്ലോ. അതൊന്നോർത്തു നോക്കിക്കേ. 2 സെക്കൻഡ് കഴിഞ്ഞു, കുഞ്ഞിന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ചോദിച്ചു, അത്രയും വേദന ഗ്രേസിനുണ്ടോ? ഇല്ല. നരകത്തിൽ നിന്നെ ഉദ്ധരിച്ചെടുക്കുവാൻ എന്റെ യേശു അപ്പച്ചന്റെ കൈകാലുകളിൽ ആണിയേറ്റ ആ വേദനയുടെ 10-1 പോലും എനിക്കില്ല. എന്നോട് പ്രാർത്ഥിക്കാൻ പോലും ആവശ്യപ്പെട്ടില്ല. 5 നിമിഷം കഴിഞ്ഞപ്പോൾ അതിലൊക്കെ തുള്ളിച്ചാടി നടക്കുന്നുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. അവൾ വേദന മറന്നുപോയി. നരകയോഗ്യമായ മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണത്തിനായി പടയാളികൾ മശിഹായുടെ കയ്യിലും കാണിൽ ആണിയടിച്ചു. ആദാമേ, നിനക്കൊരു തക്ക തുണയെ തരുവാൻ നീ ഒരു ഗാഠനിദ്ര അനുഭവിച്ചു. നിന്റെ ഗാഠനിദ്രയുടെ അനന്തരമായി നിന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായി ഒരു ഹവ്വ പുറത്തു വന്നതുപോലെ 1900 വർഷങ്ങൾക്കപ്പുറം വിശുദ്ധ സഭയ്ക്ക് വേണ്ടി ഗാഠനിദ്ര അനുഭവിച്ച നമ്മുടെ മശിഹായുടെ മുറിവിൽ നിന്ന് ആ ഒഴുകിയെത്തിയ രക്തവും അവന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും അവന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാണ് ഈ പുതിയ നിയമസഭ. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സാത്താൻ ഇടയ്ക്കൊക്കെ വന്ന് നമ്മളെ വരട്ടും. നമ്മളതൊന്നും കേൾക്കാൻ പോകണം. കാര്യം നമ്മുടെ മറുവിലെ യേശുവിന്റെ രക്തമല്ല. യേശു നമ്മളെ വഴിയിലൊന്നും കളയത്തില്ല. കപടഭക്തിക്കാരും സൂത്രക്കാരുമായിട്ടൊന്നും തീരരുത്. പരമാർത്ഥതയാണ് നമ്മുടെ മുതൽക്കൂട്ട്. താഴ്മയും പരമാർത്ഥതയും ഒരു ക്രൈസ്തവന്റെ മുതൽക്കൂട്ടാണ്. ആകയാൽ താഴ്മയുള്ളവരും പരമാർത്ഥികളുമായി നമ്മൾ ജീവിക്കണം.
യെരൂശലേമിന്റെ വാതിൽ നമ്മൾ വലിച്ചടയ്ക്കാതിരുന്നാൽ മതി. അത് അടയാതെ വണ്ണം ദൂതന്മാർ സൂക്ഷിച്ചുകൊള്ളും. ഓർക്കുക സഹോദരങ്ങളെ, പഴയ നിയമ മാനവരാശിയുടെ ചരിത്രം പഠിച്ചാരംഭിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരാദാമിനെയും ഹവ്വായെയും നമ്മൾ കണ്ടു. ആദാമിന്റെ ഗാഠനിദ്രയാണ് ഹവ്വായെ രൂപപ്പെടുത്തിയത്. അവിടെ ചില വാക്കുണ്ട്. ഉറക്കമെഴുന്നേറ്റ്, കണ്ണു തിരുമ്മി ഉറക്കമെഴുന്നേറ്റ് ഒരു വായിക്കോട്ടയൊക്കെ വിട്ട് കൈകൂത്തി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഹവ്വായെ കണ്ടു. മനോഹര രൂപിണിയായ ഹവ്വായെ കണ്ടിട്ട് ആദാം അമ്പരൻ എന്നാണ് മാണിക്കത്തനാർ യാക്കോബ സുറിയാനി സഭയുടെ പാട്ടിൽ എഴുതിയിരിക്കുന്നത്. അവളുടെ കാലൊച്ച കേട്ട് അമ്പരന്ന് പോയി എന്ന് എഴുതിയിരിക്കുന്നത്. ഹവ്വായെ കണ്ട് ആദാം അമ്പരന്ന് പോയി. എന്തിനു പറയണ്ടോ, പിൻഗാമികളായ നമ്മളിപ്പോൾ ഓരോ ദിവസവും ഹവ്വായെ കാണുമ്പോൾ പലരും അമ്പരന്ന് പോവുകയാണ്. അന്ന് ആദാം ഒരിക്കൽ അമ്പരന്നതേ ഉള്ളൂ, ഇപ്പോഴും അമ്പരപ്പ് തുടരുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില ദൈവമേ എന്ന് വിളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഭാര്യമാരെ ദൈവമേ എന്ന് വിളിക്കണം. ദൈവമേ എന്ന് പേടിച്ച് വിളിച്ചു പോകുന്നതാണ്. ഹവ്വ അന്ന് അമ്പരന്ന് പോയി എന്നാണ് യാക്കോബ സുറിയാനി സഭയുടെ ആ ഭാഗത്ത് എഴുതി ചേർത്തിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അമ്പരന്ന് പോയി, ആദാം അമ്പരന്ന് പോയി. മനോഹര രൂപിണിയായ അതിനുശേഷം ദൈവം മാറി നിൽക്കുകയാണ്. ആരും പറഞ്ഞു കൊടുക്കാതെ ഒരു നഗ്നസത്യം ആദാം പറയാണ്, ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നും മാംസവുമാകുന്നു. നരനിൽ നിന്ന് എടുത്തിരിക്കൊണ്ട് ഇവൾക്ക് നാരി എന്ന് പേരാകും. ആരാണിത് പറഞ്ഞു കൊടുത്തത്? ആരും പറഞ്ഞതല്ല. കണ്ടുടനെ ആദാമിന് മനസ്സിലായി. അങ്ങനെ ആദിമ മനുഷ്യനായ ആദാമിന്റെ വാരിയല്ലൂരി അസ്ഥിയും മാംസവും പിടിപ്പിച്ചു. അസ്ഥിയും മാംസവും ഉള്ളപ്പോൾ രക്തവും ഒപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹവ്വായെ നിന്റെ അസ്ഥി ആരാണ്? അത് ആദാമാണ്. ഹവ്വായെ നിന്റെ മാംസം ആരാണ്? അത് ആദാമാണ്. ഹവ്വായെ നിന്റെ രക്തം ആരാണ്? അത് ആദാമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അവന്റെ ശരീരമായ സഭയാണ് പുതിയ നിയമസഭ. കാലങ്ങൾ പലത് കടന്നുപോയി. മശിഹായുടെ തലമുറയിൽ ഏറെക്കുറെ 900 വർഷത്തിനപ്പുറം 26 തലമുറയ്ക്കപ്പുറം ജീവിച്ച ഇസ്രായേൽ രാജാക്കന്മാരിൽ ഒരുവനായ സോളമൻ താൻ എഴുതിയ മനോഹരമായ സംഗീതങ്ങളിൽ ഒന്നായ ഉത്തമഗീത പുസ്തകത്തില് ക്രിസ്തുവിനെയും സഭയും കൂടെ കണ്ടിട്ട് പറയുന്നു, അരുണോദയം പോലെ ശോഭയും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ മരുഭൂമിയിൽ വരുന്നോരിവളോ. ഉത്തമഗീത പുസ്തകം 8-ാം അധ്യായത്തിലാണ്. 6-ാം അധ്യായത്തിൽ വായിച്ചാൽ അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും, അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളവരിവളാർ. സോളമൻ കാണുകയാണ്. മഹാനായ സോളമൻ തന്റെ ആത്മീയതയുടെ മൂർച്ഛിക്കപ്പെട്ട നാളുകളിൽ, അല്ലെ ആത്മീയതയുടെ ഉയർന്ന നാളുകളിലാണ് അദ്ദേഹം ഇതൊക്കെ എഴുതിയത്. മരിക്കാറായപ്പോഴത്തേക്ക് ലെവലെല്ലാം പോയിരുന്നു. അന്ത്യനാളുകളായപ്പോൾ കൃപയെല്ലാം മറ്റ് പ്രാകൃതമായിപ്പോയി. മായ 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 എന്ന് പറഞ്ഞ് മരിച്ചെന്നാ പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു വിദ്വാൻ എന്നെ അമേരിക്കയിൽ നിന്ന് ഫോൺ ചെയ്തപ്പോൾ ഒരു സംഭവം പറഞ്ഞു. ശലോമോൻ അവസാനം വിവാഹം കഴിച്ച ഭാര്യയുടെ പേര് മായയായിരുന്നു. എടീ മായേ മായേ എന്ന് പറഞ്ഞ് വിളിച്ച് ചത്തതാണ്. അത് അവന്റെ വ്യാഖ്യാനമാണ്, എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. എല്ലാം മായ എന്ന് പറഞ്ഞു. എന്നാൽ തന്റെ ആത്മീയതയുടെ ഉയർന്ന നാളുകളിൽ ക്രിസ്തുവിനെയും സഭയും കൊണ്ട് കണ്ടിട്ട് പറയുകയാണ്, ഇതാ നോക്കൂ, സൂര്യനെ പോലെ നിർമ്മലം, ചന്ദ്രനെ പോലെ സൗന്ദര്യം, അരുണോദയം പോലെ ശോഭ, ജയം പ്രാപിച്ച കൊടികൾ പറപ്പിച്ചുകൊണ്ട് മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരി വരുന്നോരിവളാർ. ആരാണിത്? മശിഹായുടെ പരിശുദ്ധ നനത്താൽ വിലയ്ക്ക് വാങ്ങിയ പുതിയ നിയമസഭയാണ്. കാലങ്ങൾ പലത് കടന്നുപോയി. മശിഹായുടെ സഹസഞ്ചാരിയായ യോഹന്നാൻ പുതിയ നിയമസഭയെ കണ്ടപ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇതാ അവൻ പറയുന്നു, പിന്നെ ഞാൻ ആകാശത്തിൽ ഒരു അടയാളം കാണുകയാണ്. സൂര്യനെ അണിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ, അവളുടെ കാൽപാദത്തിന് കീഴേ ചന്ദ്രൻ, അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള ഒരു കിരീടം, ആ കിരീടത്തിന് ചുറ്റും അനേക നക്ഷത്രങ്ങളുണ്ട്. അവൾ വേദനപ്പെട്ട ഒരു കുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവസിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 തുടങ്ങിയുള്ള വാക്യം. പുതിയ നിയമസഭയെ യോഹന്നാൻ ആത്മാവിൽ ദർശിക്കുകയാണ്. സമാന്തരമായ ദർശനമാണ് 600ഓളം വർഷങ്ങൾക്കപ്പുറം ഇതാ മഹാനായ സോളമനും കണ്ടിരിക്കുന്നത്. അങ്ങനെ പഴയ നിയമം നിങ്ങൾ പഠിച്ചാൽ പല രീതിയിൽ ദൈവസഭയുടെ ചിത്രം നമുക്ക് കാണാൻ കഴിയും. എല്ലാം ചിന്തിച്ചു പോകുവാൻ നമുക്ക് സമയം പോരാ സഹോദരങ്ങളെ. അപ്പോൾ ഈ സഭ മശിഹായുടെ ശരീരമാണ്. ഈ സഭ
മശിഹായുടെ ആലയമാണ്. ഈ സഭ മശിഹായുടെ ആഗമനം പ്രതീക്ഷിക്കുന്ന നിർമ്മല കന്യകയാണ്. ഈ സഭ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന വണ്ണം ക്രിസ്തുവിനോട് ആഴത്തിൽ ബന്ധമുള്ളതാണ്. ഈ സഭ ഇത് ദൈവത്തിന്റെ തോട്ടമാണ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വളരെ ആഴമേറിയ വിഷയമുണ്ട്, സമയം ചുരുക്കമാണ്. അത് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. ദൈവസഭ എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ സഭയ്ക്ക് ചില അടിസ്ഥാനങ്ങളുണ്ട് സഹോദരങ്ങളെ. നാം കാണുന്നത് പോലെ ഒരു ഡ്രമ്മ് വാങ്ങി 4 ഓലയും സംഘടിപ്പിച്ച് സഭ കെട്ടിയുണ്ടാക്കി പാട്ടുപാടുന്നതല്ല സഭ. ക്രിസ്തീയ സഭയ്ക്ക് സഭയുടേതായ അടിസ്ഥാനങ്ങളുണ്ട്. സഭയ്ക്കൊരു അടിസ്ഥാനമുണ്ട്, ഉപദേശത്തിനൊരു അടിസ്ഥാനമുണ്ട്, ശുശ്രൂഷയ്ക്കൊരു അടിസ്ഥാനമുണ്ട്. ഈ 3 അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് കൃപായുഗത്തിൽ സഭ ഇന്ന് പണിയപ്പെടുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. സഭയുടെ അടിസ്ഥാനം ഏതാണ്? മുമ്പേ യേശു പറഞ്ഞല്ലോ, ഈ പാറമേലാണ് ഞാൻ എൻ്റെ സഭയെ പണിയുന്നത്. പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത ഉറപ്പുള്ള ഒരു പാറയിലാണ് സഭയെ പണിയുന്നത്. മശിഹാ ജനിക്കുന്നതിന് 950 വർഷങ്ങൾക്കപ്പുറം ദാവീദ് എന്ന രാജാവ് തന്റെ സങ്കീർത്തനത്തിൽ എഴുതി, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ അവൻ ഉറപ്പുള്ള പാറയിൽ നിർത്തി. ഏതു പാറയാണ്? പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത പാറയിലാണ് എന്റെയും നിങ്ങളുടെയും കാല് നിൽക്കുന്നത്. ഈ സഭ പണിയപ്പെടുന്നത്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. സഭയുടെ ഉപദേശങ്ങൾക്ക് ഒരു അടിസ്ഥാനമുണ്ട്. സഭാ ഉപദേശങ്ങൾക്ക് ഒരടിസ്ഥാനമുണ്ട് സഹോദരങ്ങളെ. ക്രിസ്തുവിന്റെ പ്രായം അല്ല ക്രിസ്തുവിന്റെ അളവോളം എത്തിച്ചേരുക എന്നുള്ളതാണ് സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ നാട്ടിൻപുറത്തെ വിവാഹ നിയമങ്ങൾ പഠിച്ചാൽ തന്നെ വിവാഹ നിയമങ്ങൾ പല രീതിയിലാണ്. ഭാരത വിവാഹ നിയമം അനുസരിച്ചാൽ വധുവരന്മാർക്ക് നിയമിക്കപ്പെട്ട പ്രായം വെച്ചിട്ടുണ്ട്. പുരാതന കാലത്ത് ബാല്യവിവാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരിക്കലും അത് അനുവദിക്കത്തില്ല. വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് 19 വയസ്സ്, പുരുഷന് 20 വയസ്സെന്നുള്ള രാജ്യ നിയമങ്ങളുണ്ട്. ബൈബിളിന് ചില നിയമങ്ങളുണ്ട്. ബൈബിളിന് ചില നിയമം. ആ നിയമം അനുസരിച്ച് അറിഞ്ഞോ അറിയാതെയോ ആ സ്ത്രീക്കൊരു ഭർത്താവും ആ പുരുഷനൊരു ഭാര്യ ഉണ്ടായിരിക്കാൻ പാടില്ല. അത് ബൈബിൾ നിയമമാണ്. ഇനി നമ്മുടെ സഭയ്ക്ക് സഭയുടേതായ നിയമമുണ്ട്. അവ മാനസാന്തരപ്പെട്ടവനും സ്നാനപ്പെട്ടവനും സഭയോടുകൂടെ ചേർന്ന് പോകുന്നവനുമായിരിക്കണം. ഇങ്ങനെ രാജ്യത്തിന്റെ നിയമം, ബൈബിളിന്റെ നിയമം, സഭയുടെ നിയമമൊക്കെ ചേർന്നാണ് ഈ സഭ രൂപപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഒന്നാമത്തെ അടിസ്ഥാനം, സഭ പാറമേലാണ് നിൽക്കുന്നത്. പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത ഉറപ്പുള്ള പാറയിൽ കർത്താവ് തന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഉപദേശത്തിനൊരു അടിസ്ഥാനമുണ്ട്. അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായ വിശുദ്ധ പൗലോസ്ലീഹ യഹൂദ മതാചാരങ്ങളെ വിട്ട് ക്രൈസ്തവ മാർഗത്തിലേക്ക് വന്ന ശേഷം എബ്രായ നാട്ടിൽ നിന്ന് യഹൂദ ആചാരങ്ങളെ വിട്ട് ക്രിസ്ത്യാനിയായവർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, ഇതിന്റെ മേൽ, ഈ അടിസ്ഥാനത്തിന്റെ മേൽ മറ്റൊരടിസ്ഥാനം ഇടരുത്. എബ്രായ ലേഖനം 6-ാം അധ്യായം 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ അവിടെ ഉപദേശത്തിന്റെ അടിസ്ഥാനം കാണാം. വായിച്ച അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള ശ്രദ്ധിക്കുക, എന്നിങ്ങനെ ഉള്ള അടിസ്ഥാനം. അപ്പോൾ ഉപദേശത്തിനൊരു അടിസ്ഥാനമുണ്ട്. നമ്മുടെ വായി തോന്നുന്നൊന്നും അല്ല ഉപദേശം. ഉപദേശത്തിന് ബൈബിളിൽ ബേസിക്കിൽ അതിനടിസ്ഥാനമുണ്ട്. മുൻഗാമികളായ നമ്മുടെ ക്രൈസ്തവ പിതാക്കന്മാരൊക്കെ അത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കർത്താവായ യേശു ജനിക്കുന്നതിന് മുമ്പ് സഭയെ കണ്ടിട്ട് പറയുകയാണ്, ജ്ഞാനിയായവൾ ഒരു വീട് പണിതു, 7 തൂണുകളുണ്ടായി. കുറെ കല്ല് അധികം വന്നുകൊണ്ട് 8ാമതൊരു തൂണ് ഒതയായിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ എഴുതിയിരിക്കുന്നു. 7 എന്നുള്ളത് പൂർണ്ണതയാണ്. ഉത്തമഗീത പുസ്തകത്തിൽ വരുമ്പോൾ സദൃശ്യവാക്യത്തിലാണ്, സഭാപ്രസംഗിൽ ആ സദൃശ്യവാക്യത്തിൽ ശലോമോനൊരു ജ്ഞാനവാക്ക് എഴുതുകയാണ്. ജ്ഞാനമായവൾ തനിക്ക് ഒരു വീട് പണിതു, ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് 7 തൂൺ. അത് 7 തൂണാണ്, 7 ഉപദേശങ്ങളാണ്. അടിസ്ഥാനപരമായ 7 ഉപദേശമാണ് ക്രൈസ്തവ സഭയുടെ തൂൺ. ഇനി ഇതുകൂടാതെ 3 തൂണുകളുണ്ട്. മൊത്തം 10 തൂണുകളാണ്. ഗലാത്യ ലേഖനത്തിൽ വരുമ്പോൾ പൗലോസ്ലീഹ പ്രഗത്ഭരായ ചില വിശുദ്ധന്മാരുടെ പേര് പറഞ്ഞിട്ട് പറയാ, യാക്കോബ്, യോഹന്നാൻ, കേഫ, ഇവർ സഭയുടെ തൂണുകളായിരുന്നു. വായിച്ചാട്ടെ. എനിക്ക്
ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബ്, കേഫാ, യോഹന്നാൻ 3 വ്യക്തികളാണ്. ആ വ്യക്തികളല്ല തൂണ്, അവരുടെ സ്വഭാവ ഗുണമാണ് തൂൺ. പത്രോസ് പശ്ചാത്തപിച്ച് കരയും. യാക്കോബ് നീതിയുള്ള പുരുഷനായിരുന്നു. യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലനാണ്. ഒരുവൻ നേരെ നിൽക്കണമെങ്കിൽ അവൻ പ്രാണൻ ശരീരത്തെ വിടുംവരെയും പശ്ചാത്തപിക്കുന്ന മനുഷ്യനായിരിക്കണം. ചില മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ പ്രഗത്ഭരായ പല വാസ്തുമാരെയും കണ്ടിട്ടുണ്ട്. അവർക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ശരീരത്തിൽ നിന്ന് ആത്മാവ് വിടുന്നത് വരെയും കരയുന്ന മനുഷ്യരായിരുന്നു. അതൊരു ചെറിയ കാര്യമല്ല, വലിയ മുതൽക്കൂട്ടാണ്. പാസ്റ്റർ എം. പോൾ എന്ന് പറയുന്ന ഒരാളും നമുക്കിടയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ സുപരിചിതമാണ്. അദ്ദേഹത്തിൽ കണ്ടിരുന്ന ഏറ്റവും വലിയൊരു ഗുണമാണ്, ഞാൻ അടുത്ത് പരിചയപ്പെട്ട ആളാണ്, പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നന്നാവ് അയോധ്യനായി ദീർഘവർഷ യജമാനെ സേവിച്ചു. ഈ പ്രസ്ഥാനത്തിന്റെ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ പോലും പ്രസംഗിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പച്ചൻ കരയുന്ന കണ്ടിട്ടുണ്ട്. പരേതനായ പാസ്റ്റർ വൈ തോമസ്, അദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും കാണാനൊക്കത്തില്ല സഹോദരങ്ങളെ, ഇത് പത്രോസിന്റെ ആത്മാവാണ്. അവൻ പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. ഇനി യോഹന്നാൻ എന്നൊരു അപ്പോസ്തലനുണ്ട്. കർത്താവേ, സ്വർഗം തരണമേ, കിരീടം തരണമേ, അവിടെ ഇരിപ്പിടം തരണമേ, കിടക്ക തരണമേ എന്നല്ല, യേശുവിനോട് ആഴത്തിലുള്ള സ്നേഹമാണ്, ആഴത്തിലുള്ള സ്നേഹം. യാക്കോബ് എന്നൊരു അപ്പോസ്തലനുണ്ട്. അദ്ദേഹം നീതിയുടെ അപ്പോസ്തലനാണ്. നമ്മൾ നീതി പുലർത്തുന്നവരായിരിക്കണം, പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുന്നവരായിരിക്കണം, യേശുവിനോട് ആഴത്തിൽ സ്നേഹമുള്ളവരായിരിക്കണം. ഈ 3 വിശുദ്ധന്മാരുടെ ഗുണമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ സഹസഞ്ചാരിയാണ്. ഒരിക്കലും ബാല്യ മരിച്ചുപോയി. യേശു അവിടെ ചെല്ലുകയാണ്. എല്ലാവരെയും പുറത്താക്കി. ശിഷ്യന്മാരെല്ലാം പുറത്തു നിന്നു. പക്ഷേ ഈ 3 പേർ യേശുവിനോട് അകത്ത് കയറി. മരുഭമലയിൽ വന്ന് മോശയും ഏലിയാവും സംസാരിച്ചു. അപ്പോൾ ഈ 3 വിശുദ്ധന്മാർ കൂടെ ഉണ്ടായിരുന്നു. ഗെത്സമനയിൽ യേശു വേദനപ്പെട്ട് കരഞ്ഞു. അപ്പോൾ യേശുവിനോടുകൂടെ ഈ 3 സ്ത്രീകന്മാരുണ്ടായിരുന്നു. മശിഹാ മരണം വിട്ടുയർത്തു, രക്തത്താൽ സഭയെ വാങ്ങി, സഭയുടെ തൂണുകളായി ഈ വിശുദ്ധന്മാരുണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഈ സ്വഭാവമുള്ള ഒരു ശുശ്രൂഷകൻ, ശ്രദ്ധിക്കുക, ഈ സ്വഭാവമുള്ള ഒരു വിശ്വാസി, അവൻ യേശുവിന്റെ ശുശ്രൂഷയിൽ പങ്കാളിയാകാം. അവൻ യേശുവിന്റെ മരുഭമലയിലെ തേജസ് കാണാം. അവൻ യേശുവിനോടുകൂടെ ഗെത്സമനയിൽ കരയാം. അവൻ യേശു രക്തം കൊടുത്ത് വാങ്ങിയ സഭയെ താങ്ങി നിർത്തും. അപ്പോൾ സഭയ്ക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 7 3 10 തൂണുകളാണ്. യാക്കോബിന്റെ ഗുണമൊക്കെ നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ അവരുടെ രൂപം ഉണ്ടാക്കി വണങ്ങണമെന്നല്ല കേട്ടോ. അവരുടെ സ്വഭാവ ഗുണം പഠിച്ചെടുത്ത് നമ്മൾ അതുപോലെ അനുകരിക്കണം. ഇനി നമുക്കൊരു 7 തൂണുകളുണ്ട് സഭയുടെ അടിസ്ഥാന ഉപദേശം. അതിലെ 5 തൂണുകൾ വിശ്വാസ പ്രമാണമാണ്. ശ്രദ്ധിക്കുക, ക്രൈസ്തവരുടെ സഭാ പ്രമാണം നിങ്ങൾ പഠിക്കുമ്പോൾ അതിലെ 5 കാര്യം വിശ്വാസ പ്രമാണമാണ്, 2 കാര്യം അനുഷ്ഠാന പ്രമാണമാണ്. 5 കാര്യം വിശ്വസിക്കണം, 2 കാര്യം അനുഷ്ഠാനമായി പാലിക്കണം. വിശ്വസിക്കേണ്ടത് ഏകസത്യ ദൈവത്തെയും ദൈവത്താൽ ഐക്യപ്പെട്ട മശിഹായുടെ ക്രൂശുമരണം, പിന്നെ എബ്രായ ലേഖനത്തിൽ നിങ്ങൾ വായിച്ചല്ലോ, മരിച്ചവരുടെ പുനരുത്ഥാനം, ന്യായവിധി, ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങളുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താണ് അനുഷ്ഠാന പ്രമാണം. അനുഷ്ഠാന പ്രമാണം ഏതാണെന്നറിയാമോ? യേശു പറഞ്ഞു, അന്തിമ അത്താഴത്തിൽ നിന്നവൻ അത്താഴത്തിനിരിക്കുമ്പോൾ പന്തിയിൽ നിന്ന് എഴുന്നേറ്റ് അവന്റെ നിലയങ്കി ഊരിവെച്ച് ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റി താൻ ഒരു പാത്രത്തിൽ വെള്ളവുമായി സ്ലീഹന്മാർ അടുക്കൽ പോയി അവരെ കാൽപാദം കഴുകുന്നതിനിടയിൽ പറഞ്ഞു, നിങ്ങൾ എന്നെ എന്ത് വിളിക്കുന്നു? ആരോ ഒരുവൻ പറഞ്ഞു, ഗുരു എന്നാണ്. ഗുരുവും കർത്താവുമായ ഞാനാണിത് ചെയ്യുന്നത്. അടുത്തത്, ഞാൻ വരുവോളം നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് ചെയ്യണം. പുതിയ നിയമസഭയിലെ അനുഷ്ഠാന പ്രമാണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിശുദ്ധ കുർബാന, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മശിഹായുടെ അന്തിമ അത്താഴം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുറിയാനി ഭാഷയിൽ ഇതിന് കുർബാന എന്ന് പറയും. മശിഹായുടെ രക്തവും മാംസവും ഭക്ഷിക്കുകയാണ്. ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. കാലങ്ങൾ പലത് കഴിഞ്ഞ് കർത്താവിനെ അനുഗമിച്ച സ്ലീഹന്മാരിൽ ഒരുവനായ പൗലോസ് ശ്ലീഹ ഇതേക്കുറിച്ച് എഴുതി, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തതാണ്. അത് കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. സുറിയാനി ഭാഷയിൽ ഇതിന് കൃപാന എന്നും നമ്മുടെ മലയാള ഭാഷയിൽ കർത്താവിന്റെ അത്താഴം എന്ന് പറയും. അപ്പവും രക്തവും ഭക്ഷിച്ച് ജീവന്റെ പുതുക്കം പ്രാപിച്ച് പെസഹായുടെ ഓർമ്മയും പുതുക്കിയാണ്. കർത്താവ് വരുവോളം സഭയിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. യേശു എന്ന് വരുമോ അന്ന് വരെ തുടരുന്ന ഒരു അനുഷ്ഠാന പ്രമാണമാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഇനി 2ാമത്തെ അനുഷ്ഠാന പ്രമാണം എന്തെന്നറിയാമോ? തന്റെ അന്തിമ നിമിഷമായി സ്വർഗാരോഹണം ചെയ്യുന്ന സമയമായി താൻ തന്റെ ശിഷ്യന്മാരെ ബഥാനിയയിൽ വിളിച്ചുകൂട്ടി തന്റെ ആണി പഴുതുള്ള കര ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. കാൽവറി ക്രൂശിൽ താൻ നേടിയെടുത്ത നിത്യരക്ഷയുടെ സൗഭാഗ്യം സകല ജാതികളോടും പ്രസംഗിക്കുവാൻ അവരെ അയക്കുകയാണ്. അവരോട് പറഞ്ഞു, പോകുവീൻ,
എന്റെ പിതാവ് എന്നെ അയക്കുമ്പോൾ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ സകല സൃഷ്ടികളോടും പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളണം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കാം. ക്രൈസ്തവരുടെ അനുഷ്ഠാന പ്രമാണമാണ് ഞാൻ പറഞ്ഞു. ഈ രണ്ട് കാര്യം യേശു വരുന്നവരെ തുടരും. ഒന്ന്, വിശുദ്ധ കുർബാന. നമുക്കിടയിലൊക്കെ ഇടയ്ക്ക് വെക്കാറില്ലേ? അന്തിമത്താഴം, മശിഹായുടെ പെസഹായുടെ ഓർമ്മദിനം. അപ്പം വാങ്ങി വാഴ്ത്തി നുറുക്കി കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പീൻ. എന്തിനാണ്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ ജീവിക്കും. നിങ്ങൾ എന്നെ ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനില്ല. ആകയാൽ മശിഹായുടെ നിത്യജീവൻ സഭയാം ശരീരത്തിലേക്ക് ഒഴുകിയെത്തേണ്ടതിന് പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്നിലും നിന്നിലും ആ ജീവൻ ചൈതന്യമായി തീരേണ്ടതിന് ആ അപ്പവും രക്തവും നമ്മൾ ഭക്ഷിക്കുകയാണ്. രണ്ടാമത്തെ അനുഷ്ഠാനം ഏതാണ്? സ്നാനം. വിശ്വസിക്കുന്നവൻ സ്നാനപ്പെടണം. ഇതാരാണ് പറഞ്ഞത്? പെന്തിക്കോസിലെ മത്തായി ഉപദേശിയുടെ ഉപദേശമല്ലിത്. ഇത് വാഴ്ത്തപ്പെട്ട മശിഹ സ്വർഗത്തിൽ നിന്ന് താണ ലോകത്തിലേക്ക് വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ 30-ാമത്തെ വയസ്സിൽ യെരുശലേമിൽ നിന്ന് 84 മൈൽ ദൂരം നടന്ന് ജോർദാൻ, കലങ്ങി മറിയുന്ന ജോർദാന്റെ തീരത്ത് ചെന്ന് തനിക്ക് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ മശിഹ തമ്പുരാൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തന്റെ സ്ലീഹന്മാരെ ഏൽപ്പിച്ചതാണ് സകല മനുഷ്യരോടും പ്രസംഗിക്കാൻ. അതിൽ യഹൂദൻ, യവനൻ, ദാസൻ, ആര്യൻ, ദ്രാവിഡൻ, അല്ലെങ്കിൽ ഹൈന്ദവൻ, ഇസ്ലാം, ക്രൈസ്തവൻ, ഇതൊന്നും വ്യത്യാസമില്ല. സകല മനുഷ്യരോടും പ്രസംഗിക്കണം. ആരെ സ്നാനപ്പെടുത്തണം? ക്രൈസ്തവർക്കിടയിൽ ആകെ ആശയക്കുഴപ്പം. പെന്തിക്കോസ്തുകാർ പറയുന്നത് മുതിർന്നവരെ മുക്കണമെന്ന്, മറ്റ് നാമതേ ക്രൈസ്തവർ പറയുന്നത് കുഞ്ഞുങ്ങളെ മുക്കണമെന്ന്. സത്യം തുറന്നു പറയാം, വേദപുസ്തകത്തിൽ ഇത് രണ്ടും പറഞ്ഞിട്ടില്ല. വേദപുസ്തകത്തിൽ വയസ്സിനെ മുക്കാനും പിള്ളാരെ മുക്കാനും പറഞ്ഞിട്ടില്ല സഹോദരൻ. ബൈബിൾ പറഞ്ഞ എന്തെന്നറിയോ? നമ്മുടെ യേശു പറഞ്ഞതാണ്. ഞാൻ ബൈബിളിൽ ഏറ്റവും എപ്പോഴും പ്രാധാന്യം യേശു പറഞ്ഞതിനെ കൊടുക്കത്തുള്ളൂ. ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയും. സ്ലീഹന്മാരൊക്കെ ആ കാലത്തെ സാഹചര്യങ്ങളോടൊപ്പം പലതും എഴുതി, അതിൽ തെറ്റില്ല, ആത്മാവ് ഹേമിച്ചിട്ടാണ്. എന്നാൽ യേശു പറഞ്ഞാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ എപ്പോഴും അദ്ദേഹം പറഞ്ഞത് വെച്ചേ ഞാൻ ജീവിക്കാറുള്ളൂ. യേശു എന്തു പറഞ്ഞു അതുപോലൊക്കെ ചെയ്തോണം. നിത്യതയുടെ രൂപം മനസ്സിൽ വരച്ചത് യേശുവാണ്. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടൊന്നും നമുക്ക് സ്വർഗത്തിൽ പോകാൻ നോക്കത്തില്ല. യേശു പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ പോകുവിൻ, സകല സൃഷ്ടികളോടും പ്രസംഗിക്കുക. അപ്പൊ സ്ലീഹന്മാരെല്ലാം അങ്ങനെ അമ്പരന്ന് നിൽക്കുക, ആണിപ്പഴുതുള്ള കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവരെ ബദാനിയോളം കൂട്ടിക്കൊണ്ടുപോയി അവരെ അനുഗ്രഹിച്ചു. ക്രൂസിൽ താൻ നേടിയെടുത്ത നിത്യരക്ഷയുടെ സുവിശേഷം സകല ജാതികളോടും പ്രസംഗിക്കണം. ഞാൻ നിങ്ങളെ അനാഥരായിട്ടൊന്നും വിടത്തില്ല, ലോകാവസാനം വരെ കൂടെ കാണും. നിങ്ങൾ എന്ത് ചെയ്യണം? സകല സൃഷ്ടികളോടും പ്രസംഗിക്കണം, ആരും ഒഴിവാക്കരുത്. അടുത്തത് എങ്ങനെയാണ്? എന്നാ വായിക്കാമോ? വിശ്വസിക്കുന്നവരെ, അങ്ങനല്ലേ വാക്യം? കണ്ടില്ല? വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളണം. അപ്പോസ്തല പ്രവൃത്തിയിലാണ് വായിച്ചു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ശ്രദ്ധിക്കുക, വിശ്വസിക്കുന്നവരെ മുക്കിയാ മതി. വിശ്വസിക്കാത്തവൻ 56 വർഷം ബന്ധിക്കോസി കൂടി നടന്നിട്ട് ഈ ഉണങ്ങിയ പാവിയെ പിടിച്ച് മുക്കി നനഞ്ഞ പാവിയായി, നനഞ്ഞ പാവി കുതിർന്ന പാവിയായി, കുതിർന്ന പാവി നാറുന്ന പാവിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറയാം, അങ്ങനെയുള്ള പാവിയൊന്നും പിടിച്ച് മുക്കരുത്. കുഞ്ഞുങ്ങളെ മുക്കുന്ന സൗകര്യാർത്ഥം കുഞ്ഞുങ്ങളെ മുക്കുന്ന നല്ലത് അല്ലേ? സത്യത്തിൽ പറയാൻ കുഞ്ഞുങ്ങളെ വലിയ ബലപ്രയോഗമൊന്നും വേണ്ടാലോ. കൊച്ചു കുഞ്ഞല്ലേ, അവനെ കയ്യിലോട്ടെടുത്ത് തലേ വെള്ളം ഒഴിക്കുക, എന്ത് സൗകര്യമോ അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടോണ്ട് പെൺകുഞ്ഞുങ്ങൾ പൊതുവേ തന്നെ കുട്ടിപ്രായം മുതൽ മുതിർന്നാലും ഒക്കെ തന്നെ തലയിൽ വെള്ളം വീഴുമ്പോൾ ഒരു വെപ്രാളവും കരച്ചിലും ഒക്കെയാണ്. ആൺപിള്ളേർ തിരിച്ച് അവർക്ക് വെള്ളത്തിൽ കളിക്കുന്ന ഇഷ്ടമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നേ മാമൂസ മുക്കാൻ ഇങ്ങനെ നിർത്തും, വേറെ ആൾ ഏറ്റു പറയണം. അതാ നമുക്ക് അതെല്ലാം സഹിക്കാൻ വയ്യാത്ത അത്. ഇതൊക്കെ ഏതവും കൊണ്ടുവന്ന പരിപാടിയാണെന്നറിയത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ എങ്ങനെ വന്ന് ഇതിനകത്ത് കയറിയടാ, ഏത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചടാന്ന് അവർക്ക്. ഇതൊക്കെ ആര് പറഞ്ഞു? യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ പുറപ്പെട്ട് വിശ്വസിക്കുന്നവനെ. അതിൽ ഹൈന്ദവനെന്നോ ഇസ്ലാമെന്നോ ഒന്നുമില്ല. ഇനി നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല സഹോദരങ്ങളെ. ക്രിസ്ത്യാനികൾ യേശുവിനെ ആരാധിക്കുന്നതേ ഉള്ളൂ. ക്രിസ്ത്യാനികളുടെ ദൈവം എന്നല്ല. യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. അവനെ നോക്കി വിശ്വസിക്കുന്ന ഏവനും രക്ഷയുണ്ട്.
അവിടെ ഗ്രൂപ്പും ജാതിയും ഒന്നും ദൈവം പറഞ്ഞിട്ടില്ല, ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ്. യേശു എന്താ പറഞ്ഞത്? സകല സൃഷ്ടികളോടും പ്രസംഗിക്കാൻ. അപ്പോൾ ഒരുത്തൻ വിശ്വസിച്ചാൽ അവനെ അന്നേരം എന്ത് ചെയ്തേക്കണം? സ്നാനപ്പെടുത്തണം. ഇത് എങ്ങനെയോ സഭയ്ക്കിടയിൽ നുഴഞ്ഞു കയറി. നല്ല കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ ആമ്പിള്ളാരെയൊക്കെ ഇപ്പോൾ ഒരുത്തൻ ഏറ്റു പറയണം. അതാ നമുക്ക് സഹിക്കാൻ വയ്യാത്ത. തലയെ തൊട്ടപ്പൻ ഏറ്റു പറയണം. എന്താ പറയേണ്ടത്? എന്താ പറയുന്നത്? കുഞ്ഞിന് പകരം ഏറ്റു പറയാണ്, ഞാൻ സാത്താനെ തള്ളിക്കളയുന്നു, മശിഹായെ കൈക്കൊള്ളുന്നു. ഏറ്റു പറയണം. ഇവന് ഇങ്ങേന്ന് പറയാനുള്ളത് പോലും അറിയത്തില്ല. അവനെ കൈ പിടിച്ചോണ്ട് വേറൊരുത്തം പറയാം. അടുത്ത കാലത്ത് ഒരാളിങ്ങനെ വിളിച്ചത് തണ്ണിയൊക്കെ അടിക്കുക. എന്നും കണ്ട ലെവല് വന്ന ശനിയാഴ്ച അടിച്ചതിന്റെ ലെവല് പോകാതെ ഞായറാഴ്ച വന്നിരിക്കുക. അപ്പം അദ്ദേഹം പറഞ്ഞു കൊടുത്തിടാ, ഞാൻ പറയുന്ന പോലെ പറയാം. സാത്താനെ നിന്നെ കൈക്കൊള്ളുന്നു, മശിഹായെ നിന്നെ സ്വീകരിക്കുന്നത് പറയാം. ഇവൻ പറഞ്ഞു, മശിഹായെ നിന്നെ സ്വീകരിക്കുന്നു. 1-2 പ്രാവശ്യം ആയപ്പം ദേഷ്യം വന്നു. നിനക്കെന്നെ കേൾവിയില്ലടാ, പറയുന്ന പോലെ പറഞ്ഞോളെ. അപ്പം ചോദിക്കാണ്, എന്തിനാ പ്രശ്നത്തിന് പോകുന്നു? നമ്മളെന്തിനാ പ്രശ്നത്തിന് പോകുന്നു? ശത്രുക്കളെ സ്നേഹിക്കണമെന്നല്ലേ യേശു പറഞ്ഞു. അതുകൊണ്ട് മശിഹായെ നിന്നെ കൈക്കൊള്ളുന്നെന്ന് പറയാം, സാത്താനെ നിന്നെ തള്ളുന്ന. നമ്മൾ എന്തിനാ ഈ പ്രശ്നത്തിന് പോകും? കൊള്ളാം, അവൻ എന്തൊരറിവാണെന്ന് നോക്കിക്കോളും. ദൈവമക്കളെ, ഇതിനാലൊന്നും നിത്യതയുടെ കവാടം തുറക്കത്തില്ല. ആന മണ്ടത്തരങ്ങളാ കേട്ടോ. ബൈബിൾ വിശ്വസിക്കുന്നവനാണ് ക്രൈസ്തവൻ. അവന്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണം ബൈബിളാണ്. യേശുവാ പറഞ്ഞത്. അത് അനുഷ്ഠാന പ്രമാണോ? ഞാൻ വരുവോളം ചെയ്യണം. ഒന്ന്, എൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഓർമ്മയുടെ ദിനം നിങ്ങൾ പുതുക്കിയെടുക്കണം. രണ്ടാമത് എന്താണ്? സകല സൃഷ്ടിയോടും പ്രസംഗിച്ച് വിശ്വസിക്കുന്നവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എൻ്റെ ശിഷ്യൻ ആക്കിക്കൊള്ളണം. എന്തൊരു നല്ല വാക്കാണ്. അങ്ങനെയാണ് മശിഹ അയച്ചത്. അപ്പോൾ സഭയുടെ അടിസ്ഥാന ഉപദേശം നമ്മൾ പഠിച്ചു. 5 കാര്യം: ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസം തുടങ്ങി മരിച്ചവരുടെ പുനരുദ്ധാനം വരെയുള്ള വിശ്വാസ പ്രമാണം. രണ്ടാമത്തെ അനുഷ്ഠാന പ്രമാണം. മശിഹ മടങ്ങി വരുന്നത് വരെ സഭ പാലിച്ചു വരുന്ന അനുഷ്ഠാന പ്രമാണത്തിൽ ഒന്നാണ് ജ്ഞാനസ്നാനം. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, ജ്ഞാനസ്നാനമേൽക്കണം. അത് മാനസാന്തരപ്പെട്ടിട്ടേ ആകാവൂ. ബൈബിൾ പറയുന്നു, ജോർദാന്റെ ഇരുകരയിലും ഉള്ളവർ പുറപ്പെട്ടു ചെന്ന് തങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് അവനാൽ സ്നാനമേറ്റെന്നാ പറയും. അവരുടെ പാപം യോർദാന്റെ തീരത്ത് നിന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞ് സ്നാനമേറ്റെന്നൊരു വാക്യമില്ലേ? അന്ന് യെരൂശലേമ്യരും യഹൂദ്യദേശക്കാരൊക്കെയും ജോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട്. ആരാ സ്നാനപ്പെട്ടത്? പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. വളരെ വ്യക്തമായി തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. പൗലോസ്ലീഹായുടെ രക്ഷ നമ്മൾ കണ്ടില്ലേ? രക്ഷിക്കപ്പെട്ടു ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സ്വർഗീയ ദർശനമുണ്ട്. അനന്യാസ് എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ അവിടെയുണ്ട്. അദ്ദേഹം ചെന്നു, അനന്യാസ് വിളിച്ചു, ശൗലേ ശൗലേ എന്ന്. അപ്പോൾ അനന്യാസ് എന്ന് ശൗല് ചോദിക്കും, നിനക്കെന്നെ അറിയാമോ? ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് പ്രത്യക്ഷനായ കർത്താവിനോട് പറഞ്ഞു, അനന്യാസ് എന്ന് പറയുന്ന ഒരുവൻ വരുവന്നു. ഉടനെ അടുത്ത ഭാഗത്ത് പറയുന്നു, അവൻ വിശ്വസിച്ച് എഴുന്നേറ്റ് സ്നാനമേറ്റു, അവന്റെ കണ്ണുകളെ തുറന്നു. സ്വർഗം നമ്മെ സഹായിക്കട്ടെ. തിരുവെഴുത്തുകളെ നമുക്ക് അനുസരിക്കാം. സഭയുടെ അടിസ്ഥാന ഉപദേശമാണ് ഞാൻ പറഞ്ഞത്. ആ സഭയുടെ പ്രമാണങ്ങളെ നമ്മൾ പാലിക്കണം. സഭ യേശു രക്തം കൊടുത്തു വാങ്ങിയതാണ്. ഈ സഭയിൽ പത്രോസിന്റെ വാക്കുകൾ നമുക്ക് നോക്കാം. 1-ാം നൂറ്റാണ്ടിലെ 1ാമത്തെ പോപ്പായ വിശുദ്ധ പത്രോസ് പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടി. 120 പേരോളം. യേശുവിന്റെ അമ്മ മറിയം ആ കൂട്ടത്തിലുണ്ട്. യേശുവിനെ രഹസ്യമായി സന്ദർശിച്ച നിക്കോദിമോസ് ആ കൂട്ടത്തിലുണ്ട്. യേശുവിന്റെ ശവശരീരം ഏറ്റുവാങ്ങിയ അരിമത്യക്കാരനായ ജോസഫുണ്ട്. ജോസിഫാസ് എന്ന ചരിത്രകാരൻ പറയുന്നു, അക്കാലത്ത് യഹൂദ ബെൻഹർ എന്ന് പറയുന്ന അക്കാലത്ത് ഒരു യഹൂദ പ്രമാണിയുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഈ 120 പേർ ഒന്നിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധാത്മാവിൽ ഇറങ്ങി വന്നു. ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് അവർ അന്യഭാഷയിൽ സംസാരിച്ചു. അവരുടെ നാവുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത നാവായി. അവരുടെ ആത്മീയ ചൈതന്യം കണ്ട് ജനം ഓടിക്കൂടി. അവർ ചോദിച്ചു, യജമാനന്മാരെ, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യാൻ? അക്കാലത്തെ ഏറ്റവും മുതിർന്ന പാസ്റ്ററാണ് ബഹുമാനപ്പെട്ട പാസ്റ്റർ പത്രോസ് കേഫ.
അദ്ദേഹം അങ്ങോട്ട് എഴുന്നേറ്റു. നല്ല പ്രാസംഗികനാണ്. എഴുന്നേറ്റ് ശുദ്ധ ഭാഷയിൽ പറഞ്ഞു, യഹൂദന്മാരെ കേട്ടുകൊള്ളുവിൻ, ഇത് വീഞ്ഞു കുടിച്ച് വെളിവുകേട് പറയുകയല്ല, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്നുള്ള യോവേലിന്റെ പ്രവചനം നിവൃത്തിയാണ്. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ എന്റെ പിതാവായ ദൈവം ഉയർത്തി. അവനിപ്പോൾ സിയോനിലെ രാജാവാണ്. അവൻ ഉയരത്തിലെ ശക്തി ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. വീണ്ടും പറയുന്നു, എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. സഭയുടെ അടിസ്ഥാന ഉപദേശം എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഈ അടിസ്ഥാനത്തിന്റെ മേൽ വേറൊരു അടിസ്ഥാനം കൊണ്ടിടരുത്. അടിസ്ഥാനമായി പോയാൽ മേൽക്കൂര കാണത്തില്ല. അപ്പോൾ പിതാക്കന്മാരിട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ നിൽക്കണം. പത്രോസിന്റെ പ്രസംഗം നമുക്ക് വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടില്ലേ? അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടണം. രണ്ടാമത്, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽക്കണം. അടുത്ത വരികൾ എന്താണ് പറയുന്നത്? എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വീണ്ടും അടുത്ത വാക്ക് എന്ത് പറയുന്നു? വക്രതയും കോട്ടവുമുള്ള തലമുറയ്ക്കിടയിൽ നിന്ന് നിങ്ങൾ വേർപെട്ടിരിപ്പീൻ. വക്രതയും കോട്ടവുമുള്ള നാശയോഗ്യമായ നരയോഗ്യമായ ആ അധാർമികതയുടെ അഴുക്കുചാലിൽ ഒഴുകുന്ന ആ സമൂഹത്തിൽ നിന്ന് നിങ്ങൾ വേർപെട്ടിരിപ്പീൻ. നിങ്ങൾ വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മ ആചരിച്ച് അപ്പഞ്ഞുറുക്കിയും പൊരുവീൻ. പത്രോസിന്റെ പ്രസംഗം വായിപ്പാൻ നമുക്ക് സമയം പോരാ. ഓർത്തുകൊള്ളണമേ, ഇത് സഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. യേശുവാണ് ഈ സഭയ്ക്ക് മറുവില കൊടുത്തിരിക്കുന്നത്. യേശുവായ പാറമേലാണ് ഈ സഭയെ പണിതിരിക്കുന്നത്. ഈ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഈ സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഈ സഭ ക്രിസ്തുവിന്റെ ആലയമാണ്. ഈ സഭ ദൈവത്തിന്റെ തോട്ടമാണ്. ഈ സഭയുടെ ഉപദേശ പ്രമാണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒരടിസ്ഥാന ഉപദേശമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഉപദേശപ്രകാരം വേണം നമ്മൾ ജീവിക്കാൻ. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് ദയവായി കാലം കഴിച്ചു കൂട്ടരുതേ സഹോദരൻ. ഇപ്പൊ ന്യൂ ജനറേഷൻ സഭകളുണ്ട്. ന്യൂ ജനറേഷൻ സഭ ഊതി വീഴ്ത്തും. എന്നാലും ഞാൻ കണ്ടു ഊതി വീഴ്ത്തുക. പിന്നെ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുക. 150 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്ത് അത് മേടിക്കുമ്പോൾ ആത്മാവിനറിയാം എന്തൊരു തരികടകളൊക്കെയാണെന്നറിയാം. അന്ത്യകാലമായി സഹോദരങ്ങളെ നന്നായിട്ടൊന്നറിയുക. കർത്താവായ യേശു രക്തം കൊടുത്ത് മേടിച്ചതാണ് ഈ സഭ. നമ്മുടെ പ്രകടനവും പ്രഹസനവും ഒന്നും സ്വർഗം തുറന്ന് തരത്തിൽ. പ്രാണൻ ശരീരത്തെ വിടും, ആത്മാവ് ദുഃഖിക്കും. അന്തിമ വിധിയുടെ നാളിൽ നീ ഓർക്കുക, നിന്റെ പൂർവ്വപിതാവായ അബ്രഹാം ആദാമേ എന്ന് ദൈവം വിളിച്ചപ്പോൾ ദുഃഖിതനും ലജ്ജിതനും നഗ്നനുമായി ദൈവത്തിന്റെ മുമ്പിൽ നിന്നതുപോലെ അന്തിമ വിധിയുടെ നാളിൽ നിന്റെ പ്രാണൻ നിൽക്കാതിരിക്കണമെങ്കിൽ നീ ആരുടെയെങ്കിലും പ്രമാണം പാലിച്ച് നിന്റെ ആയുസ് കഴിച്ചു കൂട്ടരുത്. നേരെ ചൊവ്വനെ ജീവിച്ചാലേ സ്വർഗത്തിൽ പോകാനൊക്കത്തുള്ളൂ. അല്ല, നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും സ്വർഗം തുറന്നു കിടക്കുകയല്ല. നമ്മുടെയൊക്കെ ചിന്ത കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡ് പോലെ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് കോട്ടയത്ത് നിന്ന് വന്ന് കീനടിച്ചകത്ത് കയറി അപ്പോഴേക്കിന് എന്ത് ചെയ്യുന്നറിയാമോ? മറ്റൊരു അങ്കമാലിക്കുള്ളൊരു KSRTC ഇതിലേ ഇറങ്ങിപ്പോയി. അതിലേ കയറുകയും ഇതിലേ ഇറങ്ങുകയും ചെയ്യുന്നതല്ല സ്വർഗം, കേട്ടോ. നന്നായിട്ട് ഓർത്തോണം. അവനവൻ, ഇങ്ങനെ നല്ല വാക്കാ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണേലും തീയതാണേലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ന്യായാസനത്തിന്റെ മുമ്പിൽ പോയി നിൽക്കും. നന്നായി അറിയാം, ഒരു ജന്മം ഒരു ജീവിതമേ ഉള്ളൂ. ഈ ജന്മത്തിൽ ഈ ജീവിതത്തിൽ അത്യാവശ്യമായി ചില കാര്യങ്ങൾ അറിഞ്ഞ് ജീവിതത്തെ ക്രമീകരിക്കുക. നാം ദൈവസഭയുടെ ഭാഗമാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. ഇപ്പോൾ നമ്മളെ സഭയുടെ 3 അടിസ്ഥാനങ്ങളാണ് ചിന്തിക്കുന്നത്. ക്രിസ്തുവാകുന്ന പാറമേൽ ശരീരമായ സഭയെ പണിതിരിക്കുന്നു. 2, ഉപദേശത്തിന്റെ അടിസ്ഥാനം പഠിച്ചു. മാനസാന്തരപ്പെടണം, ജലസ്നാനമെടുക്കണം, പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിക്കണം, വേർപാട് സൂക്ഷിക്കണം, വിശുദ്ധന്മാരോട് കൂട്ടായ്മ ആചരിക്കണം, തലയാകുന്ന ക്രിസ്തുവിനോളം സകലത്തിലും വളരുവാൻ നിങ്ങൾ ആത്മീയ ചൈതന്യം പ്രാപിക്കണം. മുമ്പേ നമ്മളൊരാളുടെ സാക്ഷ്യം കേട്ടല്ലോ. അദ്ദേഹം വർഷക്കാലം ഇന്ത്യ ഗവൺമെന്റിന്റെ ആർമിയെ സേവിച്ച മനുഷ്യൻ. പിൽക്കാലത്ത് വന്നപ്പോൾ ആത്മീയതയിൽ കൂടുതൽ പ്രാപിക്കേണ്ടതിനൊരു സെമിനാരിൽ പോയി പഠിച്ച ആൾ. വാർദ്ധക്യത്തിൽ സെമിനാരിൽ പോയി പഠിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചേത്തക്കലിരിക്കുമ്പോൾ അവിടെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒത്തിരി പ്രായമുള്ള അപ്പച്ചൻ 8 മക്കളോ 9 മക്കളോ കണ്ട ഏതാണ്ട് ഒരു സർക്കാർ ജോലി. അതൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പച്ചന് ഇതുപോലെ എവിടെയോ സെമിനാറിലൊക്കെ പോയി പഠിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫെയ്ത്തോമി വരും. പുള്ളി എന്നിട്ട് എന്ത് ചെയ്യാണ്? ഏതോ ഒരു ബൈബിൾ കോളേജിൽ പഠിക്കുകയാണ്. അതിങ്ങനെ ലെറ്റർ വഴി പഠിച്ചുകൊണ്ടിരിക്കുക. കുറെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ എൻ്റെ അടുക്ക വന്നു.
ഞാൻ ചോദിച്ചു, എന്തിനാ പച്ചാ തന്നെ നടക്കാൻ വയ്യ, കണ്ണും കുഴിഞ്ഞ് പല്ലും കുഴിഞ്ഞ് കൂനി വടിയും കുത്തി വടി സ്നേഹിതനായി കൂടെ നടക്കുക, ഇനിയിപ്പോൾ എന്തിനാ ഇത് പഠിക്കുന്നത്? അപ്പോൾ ഒരു വലിയ മർമ്മം പറഞ്ഞു കേട്ടോ. നമുക്കോ പൗലോസ്ലിയായിക്കോ അറിയാത്തൊരു മർമ്മം എനിക്ക് പറഞ്ഞു. ഞാൻ അമ്പരന്ന് പോയി. അപ്പോൾ എനിക്ക് കുറേ ലിസ്റ്റ് തന്നു, പാസ്റ്റർ എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ പറഞ്ഞാട്ടെ. അപ്പോൾ അതിൻ്റെ എല്ലാ ആൻസർ ഞാൻ മെനക്കെട്ട് എഴുതി കൊടുക്കുക. പുള്ളിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ വാർദ്ധക്യത്തിൽ പോയി സെമിനാരി പഠനം നടത്തുന്നത്? അതെ, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ഭയങ്കര നിർബന്ധമുണ്ട്. അവരെ മാസം കാശ് അയക്കുമ്പോൾ അതിൻ്റെ ദശാംശം പാസുമാർക്ക് കൊടുക്കണമെന്ന്. ഈ 8 അവന്മാരും കൂടെ കാശ് അയക്കുമ്പോൾ ദശാംശം കൊടുത്താൽ മാസം 1,00,000 രൂപയുണ്ടെന്നേ. ഇതിപ്പോൾ നമ്മൾ വല്ലവർക്കും കൊടുക്കാൻ നോക്കുമോ? അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു. പെൻഷനായപ്പോൾ സെമിനാരിൽ പോയി പഠിച്ച് ഇപ്പം ഞാനൊരു പാസ്റ്ററാണ്. അപ്പോൾ ആ 8 പേരുടെയും ദശാംശം എനിക്കെടുക്കാം. പൗലോസിന് പോലും ഈ മർമ്മം അറിയത്തില്ല. അറിയാമോ? ഈ മർമ്മം അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാൻ തൊഴുതു. 65-70 വയസ്സായ അപ്പൻ പല്ലും മോണയും കൊഴിഞ്ഞ പരുവായപ്പോൾ എന്താണ് സെമിനാരിൽ പഠിക്കാൻ പോയി? വേറൊന്നിനല്ല, ആരും നന്നാക്കാനല്ല. അപ്പോൾ ഒരു പാസ്റ്റർക്ക് ദശാംശം കൊടുക്കണമെന്ന് ഒരേ ഒരു നിർബന്ധമാണ് പിള്ളേർക്ക്. അവർ അമേരിക്കയെ നയിക്കും. അപ്പോൾ ഇത്രയും കാശ് ഒന്നിച്ചു കൊടുക്കാനുള്ള ടെൻഷൻ കൊണ്ട് പാവപ്പെട്ട അപ്പൻ കണ്ണു കാണത്തില്ലെങ്കിൽ പോലും കഷ്ടപ്പെട്ട് എഴുതി പഠിച്ച് സർട്ടിഫിക്കറ്റ് മേടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഈ 8 പേരുടെയും ദശാംശത്തിൽ 10 പൈസ കൊടുക്കണം. അപ്പം എന്നോട് പറയുക, കഴിഞ്ഞ മാസം പോലും ഞാനാ എടുക്കുന്നത്. കാരണം തന്നെ ഞാൻ IPC പോയി അവിടെ അവരുടെ തലയെ കൈവച്ചു പാസ്റ്റ് ആക്കിക്കൊണ്ട് ഇനിയിപ്പം ദശാംശം, ഇപ്പം ഞാൻ കൂടെ ദശാംശം അങ്ങോട്ട് കൊടുക്കേണ്ട പരുവമായി. അപ്പോൾ ഓർത്തുകൊള്ളണം സഹോദരങ്ങളെ, ശുശ്രൂഷയ്ക്ക് ഒരടിസ്ഥാനമുണ്ട്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം, എല്ലാം ചിന്തിപ്പാൻ സമയം പോരാ. ശുശ്രൂഷയ്ക്ക് ഒരടിസ്ഥാനമുണ്ട്, സഭയ്ക്ക് ഒരടിസ്ഥാനമുണ്ട്, അത് പാറയായ ക്രിസ്തുവാണ്. ഉപദേശത്തിനൊരടിസ്ഥാനമുണ്ട്, അത് ഞാൻ പറഞ്ഞു. മാനസാന്തരം, ജലസ്നാനം, വേർപാട്, പിന്നെ അതുപോലെ വിശുദ്ധന്മാരുള്ള ഐക്യം, തലയാകുന്ന ക്രിസ്തുവിനോളം വളർന്നു വരണം. ശിശുത്വമായതൊക്കെ ഉപേക്ഷിച്ച് ആത്മീയതയിൽ വളർച്ച പ്രാപിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോയി നിൽക്കാനൊക്കത്തുള്ളൂ. ഇനി അടുത്തതായി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ശുശ്രൂഷ. പുതിയ നിയമ ശുശ്രൂഷയുണ്ട്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ജന്മം കൊണ്ട് യഹൂദനായ അദ്ദേഹത്തെ പുതിയ നിയമ ശുശ്രൂഷ വരമേൽപ്പിച്ചതിനെ കുറിച്ച് പറയുന്നല്ലോ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 6-ാം വാക്യം ദയവായി വായിച്ചാൽ. 1 കൊരിന്ത്യർ 3:6. 2 കൊരിന്ത്യർ. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി. അപ്പൊ 2 നിയമമുണ്ട്. പഴയ നിയമത്തിലൊരു ശുശ്രൂഷയുണ്ട്. ഇത് അഹരോന്റെ കുടുംബത്തിലേതാണ്. വേറെ ആർക്കും കൈയടത്താനൊക്കത്തില്ല. അഹരോന്റെ മകനായ ഏലിയാസറിന്റെ മകനായ ഫിനെഹാസ് ഇങ്ങനെ തുടരുകയാണ്. പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ ഒരു ബെന്യാമിനാണ്. അദ്ദേഹം പറയുന്നു, അവൻ ഞങ്ങളെ പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് പ്രാപ്തരാക്കി. ഒന്നുകൂടെ വായിച്ചാട്ടെ. അവൻ ഞങ്ങളെ പുതുനിയമത്തിന് ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. പുതിയ നിയമത്തിനൊരു ശുശ്രൂഷയുണ്ട്, അതിനൊരു ക്രമമുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാനെ കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസ് പറയുന്നു, അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. മഹാപുരോഹിതൻ പഴയ നിയമത്തിലെ ഏറ്റവും ഉയർന്ന ശുശ്രൂഷകനാണ്. അപ്പോസ്തോലൻ പുതിയ നിയമത്തിലെ ഏറ്റവും ഉയർന്ന ശുശ്രൂഷകനാണ്. ആകയാൽ ഈ ശുശ്രൂഷകന് ഒരു ക്രമവും ചിട്ടയും സ്വർഗം നിയമിച്ചിട്ടുണ്ട്. എന്താണ് യേശു പറയുന്നത്? എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. പുതിയ നിയമ ശുശ്രൂഷകന്റെ ശുശ്രൂഷ എന്തെന്ന് നോക്കിയാൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഏതു മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത് ഞങ്ങൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയാണ്. വായിച്ചാൽ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത് ശ്രദ്ധിക്കുക, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്. യേശുവിൽ തികഞ്ഞവനായി നിർത്തണം. കർത്താവായ യേശുവിന്റെ പൂർണ്ണത പ്രാപിക്കണം. മശിഹാ മരണം വിട്ടു സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ അടുക്കൽ പോയി രാജ്യത്വം പ്രാപിച്ച മശിഹാ സഭയ്ക്ക് ദാനങ്ങളെ കൊടുത്തു. എഫെസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ആ ദാനങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. 4-ാം അധ്യായം 8-ാം വാക്യം. പുതിയ നിയമസഭ വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളർന്നു വരേണ്ടതിന് അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ശുശ്രൂഷകരായും നിയമിച്ചിരിക്കുന്നു. വായിച്ചാട്ടെ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം.
അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. കർത്താവായ യേശുവിനെ കുറിച്ച് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. അടുത്തത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകരായി, ചിലരെ ഇടയന്മാരായി, ഇനി ചിലരെ സഭയിൽ ഉപദേഷ്ടാക്കന്മാരായി വെച്ച്. ഇനി അടുത്തത് എന്തിനാണെന്നൊന്ന് വായിച്ച്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനായ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. എന്തൊരു വാക്കാണ്! മശിഹാ മരണം വിട്ടു സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് സിയോനിൽ രാജാവായി അവൻ സഭയ്ക്ക് ദാനങ്ങളെ കൊടുത്തു. എന്തിനാണ്? തന്റെ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ ക്രിസ്തുവിന്റെ സമ്പൂർണതയിൽ പോകണം. അപ്പോസ്തലൻ, പ്രവാചകൻ, ഉപദേഷ്ടാവ്, ശുശ്രൂഷകൻ. സഭയുടെ ഉപദേശക്രമം നാം ചിന്തിച്ചല്ലോ. ശുശ്രൂഷാക്രമം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, അവൻ സഭയിൽ ഒന്നാമത് അപ്പോസ്തലൻ, രണ്ടാമത് പ്രവാചകൻ എന്ന അടിസ്ഥാനത്തിന്മേലാണ്. അപ്പോൾ ശുശ്രൂഷയ്ക്ക് ഒരു ക്രമമുണ്ട്. ഒരു പുതിയ നിയമ ശുശ്രൂഷകനെ നിങ്ങൾ എടുത്തു നോക്കുക, അവൻ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാണ്. യേശു എന്ത് പറഞ്ഞു? എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അവൻ അപ്പോസ്തലനാണ്, അല്ലെങ്കിൽ അവൻ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാണ്. 2, യേശു രക്തം കൊടുത്ത് മേടിച്ച സഭയുടെ ആട്ടിൻകൂട്ടത്തിന്റെ നടത്തിപ്പുകാരനാണ്. 3, സുവിശേഷം അറിയിക്കുന്ന, സുവിശേഷ കാഹളം ഊതുന്ന ഒരു കാവൽക്കാരനാണ്. 4, പൗലോസ് പറഞ്ഞു, ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഞാനൊരു പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുകയാണ്. അപ്പോൾ പുതിയ നിയമ ശുശ്രൂഷകനാര്? 1, അവൻ അപ്പോസ്തലൻ. 2, അവൻ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയൻ. 3, ശബ്ദം ഉയർത്തി കാഹളം ഓതുന്ന സുവിശേഷകൻ. 4, ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ യേശുവിന്റെ ക്രമപ്രകാരം മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ പൗരോഹിത്യമേറ്റ പുരോഹിതൻ. ഇങ്ങനെയാണ് ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ. ഇനി ഇദ്ദേഹത്തിന്റെ ജോലി എന്താണെന്നറിയാമോ? അവിടെ പറയാണ്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കും. നല്ലൊരു വാക്കാണ്. ഒന്ന് വായിച്ചാട്ട്. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. സഭയുടെ ശുശ്രൂഷ ക്രമമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കർത്താവായ യേശു പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയിൽ ശുശ്രൂഷരുടെ ഗണത്തിൽ 5 ഭാഗം നാം കണ്ടു. അപ്പോസ്തലൻ, പ്രവാചകൻ, ഉപദേഷ്ടാവ്, ശുശ്രൂഷകൻ, ഇടയൻ. ഇങ്ങനെ ഇവരുടെ എല്ലാം സ്വഭാവം നമുക്ക് ആവശ്യമാണ്. സകല വിശുദ്ധന്മാരോടും കൂടെ ചേർന്ന് വേണം നിങ്ങൾ ദൈവിക സ്നേഹത്തിന്റെ ആഴം ഗ്രഹിക്കാൻ. തലയാകുന്ന ക്രിസ്തുവിനോളം വിശ്വാസത്തിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും യേശുവിന്റെ പൂർണ്ണതയിലേക്ക് പോകുവാൻ ഈ ശുശ്രൂഷകർ ആവശ്യമാണ്. എങ്കിലേ നമ്മൾ വളരത്തുള്ളൂ. ദൈവം നമ്മൾ വളർന്നു വരണമെങ്കിൽ ഈ 5 കൂട്ടം ശുശ്രൂഷകരെ നമുക്ക് വേണം. ഇനി നമുക്ക് നോക്കാം ഇവരെങ്ങനെയുള്ളവരാണ്. 1, ഇവരൊക്കെ വിളിക്കപ്പെട്ടവരാണ്. ശുശ്രൂഷകർ, പുതിയ നിയമ ശുശ്രൂഷകൻ എന്ന് പറയുന്നത് അവൻ വിളിക്കപ്പെട്ടവനാണ്. യേശു വിളിച്ചതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിച്ചോ, കർത്താവായ യേശു വിളിച്ചതാണ്. കർത്താവായ യേശു വിളിച്ചു. അവൻ 12 തെരഞ്ഞെടുത്തു, വിളിച്ചു. ഇങ്ങനെയുള്ള വാക്കായിരുന്നിരിക്കും. അപ്പോൾ പുതിയ നിയമ ശുശ്രൂഷകൻ 1, അവൻ വിളിക്കപ്പെട്ടവനാണ്. ദൈവം വിളിച്ചതായിരിക്കണം. നമ്മളെയൊക്കെ ദൈവം വിളിക്കണം. ഭൂമിയിൽ 3 രീതിയിൽ ശുശ്രൂഷ ചെയ്യാം. 1, ജന്മസിദ്ധമായ കഴിവുണ്ട്. ചില കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടില്ല, എന്നാ പ്രാസംഗ്യന്മാരാണ്. ജന്മസിദ്ധമായ കഴിവുള്ളവരുണ്ട്. 2, കഠിനാധ്വാനം കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. 3, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവവചനം പ്രാപിച്ചവരുണ്ട്. അങ്ങനല്ലേ സകല ഭക്തന്മാരും തിർക്കാൽക്കൽ ഇരുന്ന് തിരുവെഴുത്തുകളെ പഠിച്ചു. ഇവിടെ ഇരിക്കുന്നവരാരും സെമിനാരി പഠിച്ചവരുണ്ടോ? കൊച്ചപ്പനുണ്ടെന്ന് തോന്നുന്നില്ലേ? അദ്ദേഹം പണ്ട് IPCയിലെ പാസ്റ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറെ നാൾ സെമിനാരി പഠിച്ചിട്ടുണ്ട്. ഞങ്ങളാരും അങ്ങനെ പഠിച്ചിട്ടില്ല. പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ കാണും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം ഞങ്ങളാരും പഠിച്ചിട്ടില്ല സഹോദരങ്ങളെ, ഉള്ള കാര്യം പറയാം. ഞങ്ങളോട് കർത്താവിനെ അനുഗമിച്ചപ്പോൾ ഞങ്ങൾക്കൊരു എഗ്രിമെന്റ് തന്നിട്ടുണ്ട്. ഉറീമും തുമ്മീമും തന്റെ ഭക്തന്റെ പക്കല. വെളിപ്പാടും സത്യവുമാണ് നാം വ്രതസ്ഥരാണെങ്കിൽ വെളിപ്പാടും സത്യവും ഒക്കെ നമുക്ക് കിട്ടും. ഞാൻ പണ്ട് ഇതിനൊന്നും വലിയ വില കൽപ്പിച്ചിരുന്നില്ല. സുവിശേഷം അറിയിക്കുന്നതാണ് വലുതെന്ന് ഞാൻ കരുതിയത്. പിശാചി ബാധിതനായ ഒരു മനുഷ്യനോട് പോകാൻ പറഞ്ഞപ്പോഴാണ് അവനാണ് എന്നോട് പറഞ്ഞത്, അങ്ങേര് അഭിഷക്തനായ മനുഷ്യനല്ലേ,
അങ്ങ് എന്നോടൊരു വാക്ക് കൽപ്പിച്ചാട്ടെ, ഞാൻ പോകാമെന്ന് പറഞ്ഞു. പലരും പ്രാർത്ഥിച്ചിട്ടും പോകാതെ ആ പിശാച് പോയപ്പോഴാണ് ഞാൻ ഈ അഭിഷക്തൻ വ്രതം എന്നൊക്കെ ഉള്ളതിൻ്റെ ആഴം ഞാൻ ഗ്രഹിച്ചത്. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, പുതിയ നിയമ ശുശ്രൂഷകന്റെ ഗുണം, അവൻ വിളിക്കപ്പെട്ടവനാണ്. അവൻ എവിടാ പഠിച്ച സെമിനാരി എഴുതിയിട്ടുണ്ടല്ലോ. എവിടെയാണ്? ആവർത്തന പുസ്തകം 38 വായിച്ചേ. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. നിങ്ങളോടുള്ള ദൈവസ്നേഹം കൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നേ ഉള്ളൂ. അല്ല, ഞങ്ങൾ ഇതിന്റെ ഒന്നും വലിയ ആഴം അറിഞ്ഞവരല്ല. ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നു. അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിൽ ഇരിക്കുന്നു, തമ്പുരാന്റെ കയ്യിലിരിക്കുന്നു. അവർ തൃക്കാൽക്കൽ ഇരുന്ന് അവൻ തിരുവചനങ്ങളെ പ്രാപിച്ചു. ഒരു പുതിയ നിയമ ശുശ്രൂഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സെമിനാരിൽ പോയി പഠിച്ചത് തെറ്റാണെന്ന് പറയുന്നില്ല, നല്ല കാര്യമാണ്. നമ്മൾ വല്ല പിച്ചും പെയ്യൊക്കെ വിളിച്ചു പറയാതിരിക്കണമെങ്കിൽ പഠിക്കുന്നത് നല്ലതായിരിക്കും. പഠിച്ചാട്ടെ, നിങ്ങൾ ഏൽപ്പിച്ച കാര്യം ചെയ്താട്ടെ. പക്ഷെ വേദപുസ്തകത്തിന്റെ വ്യവസ്ഥയിൽ പറഞ്ഞാൽ ഒന്ന്, അവൻ വിളിക്കപ്പെട്ടവനാണ്. അങ്ങനെ എഴുതിയിരിക്കുന്നു, വിളിക്കപ്പെട്ടവൻ. വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവിൻ. ദൈവം വിളിച്ചതാണ്. രണ്ടാമത്തേതാണ് പുതിയ നിയമ ശുശ്രൂഷകൻ. ഒന്ന്, വിളിക്കപ്പെട്ടവൻ. രണ്ട്, അവൻ അയക്കപ്പെട്ടവനോ. പോകുവിൻ, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ നിങ്ങൾ പോകുവിൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ശുശ്രൂഷകരോടും ചോദിച്ചാൽ അവരെല്ലാം അവരുടെ ജന്മദേശം എത്രയോ മൈൽ അകലെയുള്ളവരാണ്. അവർ ഒരു ദേശത്തു നിന്ന് യാത്ര ചെയ്ത് മറ്റൊരു ദേശത്ത് വന്ന് ആന്ധ്രയിൽ ജനിച്ചവരുണ്ട്, തമിഴ്നാട്ടിൽ ജനിച്ചവരുണ്ട്, കർണാടകയിൽ ജനിച്ചവരുണ്ട്, ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ളവരുണ്ട്, ബ്രാഹ്മണ പശ്ചാത്തലത്തിലുള്ളവരുണ്ട്, ഇസ്ലാമിക പശ്ചാത്തലത്തിലുണ്ട്. യേശുവിനുള്ള സ്നേഹത്താൽ മശിഹായെ അനുഗമിച്ചു. പറഞ്ഞതെന്താണ്? പോകുവീൻ, എന്റെ പിതാവ് അയച്ചതുപോലെ പോകണം. അവൻ അയക്കപ്പെട്ടവനാണ്. മൂന്നാമത്തേത് ഏതാണ്? അവൻ വിശ്വാസത്താൽ ജീവിക്കുന്നവനാണ്. ബഹുമാനപ്പെട്ട വാസപ്പച്ചൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, വിശ്വാസത്താൽ ജീവിക്കുന്ന. ഞങ്ങൾക്ക് ധൈര്യമായി പറയാം, കഴിഞ്ഞ 26 വർഷമായി, അതിലൊരു 17ഓളം വർഷം ദൈവരാജ്യം രാപ്പകൽ യാത്ര ചെയ്ത് ഞങ്ങൾ പ്രസംഗിക്കുന്നു. 10 വയസ്സായുടെ മുതൽ ഞങ്ങൾക്ക് ഭൂമിയിലില്ല. വായിക്കുന്ന ബൈബിളും ധരിക്കുന്ന വസ്ത്രവുമല്ലാതെ ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയുവാനൊന്നുമില്ല. ഈ കാലത്തോളം അധ്വാനിച്ചത്, ഈ കാലത്തോളം പോരാടിയത്, ഈ കാലത്തോളം ദൈവരാജ്യം പ്രസംഗിച്ചത്, ദൈവനാമ മഹത്വത്തിനു തന്റെ പരിശുദ്ധ രക്തം കൊടുത്തു മേടിച്ച സഭയ്ക്ക് വേണ്ടിയാണ്. ഞങ്ങൾക്ക് ധൈര്യമായി പറയാം. എന്താ? അതുകൊണ്ടാ ബൈബിൾ പറയുന്നത്, എന്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കും. അതിൽ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ പുതിയ നിയമ ശുശ്രൂഷകൻ വിശ്വാസത്താൽ ജീവിക്കണം. എല്ലാം വിശ്വാസത്താലാണ്. നമുക്ക് ആരും ഒന്നുമില്ല. മുകളിൽ ആകാശവും താഴെ ഭൂമി. എന്തുകൊണ്ട്? ഞങ്ങളാരും ഭിക്ഷക്കാരൊന്നുമല്ല. നിങ്ങൾ ചിന്തിക്കരുത്, പോകുമ്പോൾ 10 രൂപ വെച്ച് പോയേക്കാന്ന് ചിന്തിക്കണ്ട. ഞങ്ങളാരും ഭിക്ഷക്കാരൊന്നുമല്ല. സ്വർഗരാജ്യം നിമിത്തം ദരിദ്രരായവരാണ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ വലിയ ബഹുസമ്പന്നരായിട്ടുള്ളവരും വലിയ ഉയർന്ന ഉദ്യോഗത്തിലിരുന്നവരും ഒക്കെ ഉണ്ട്. സ്വർഗരാജ്യം നിമിത്തം ദരിദ്രരായവരാണ്. 10 പൈസയുടെ മുതലില്ല, ഒന്നുമില്ല. എത്ര വർഷമായി കാണാം അപ്പച്ചൻ വന്നിട്ട്? ഇതാ ബൈക്കിലിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ 44ഓളം വർഷമായി. 10 വയസ്സാടെ മുതലില്ലെന്ന് മുമ്പ് പറഞ്ഞില്ലേ? ലോകത്തിൽ ജീവിച്ചിരുന്നെങ്കിലും എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞങ്ങൾക്ക് ധൈര്യമായി യജമാനനെ റൈറ്റ് സൈഡിൽ നിർത്തിക്കൊണ്ട് പറയാം, ഈ കാലത്തോളം ഓടിയതും അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും പ്രയത്നിച്ചതുമെല്ലാം കർത്താവേ നിത്യതയുടെ നന്മയ്ക്കും നീ രക്തം കൊടുത്തു മേടിച്ച സഭയ്ക്കും വേണ്ടിയാണ്. എനിക്ക് ധൈര്യമായി പറയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുന്നത് ഒരു പുതിയ നിയമ ശുശ്രൂഷകന്റെ ജോലിയാണ്. അവൻ ജീവിച്ചത് ആർക്കാണ്? സഭയ്ക്ക് വേണ്ടി. അവൻ അധ്വാനിച്ചത് ആർക്കാണ്? സഭയ്ക്ക് വേണ്ടി. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അയക്കപ്പെട്ടവൻ, വിശ്വാസത്താൽ ജീവിക്കുന്നവൻ. ഇനി അടുത്തത്, അവൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ്. അങ്ങനെ എഴുതിയിരിക്കും, അവൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ്. യേശു പറയാ, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിക്കുന്നെങ്കിൽ അവനുള്ളതെല്ലാം വിട്ടേച്ചു വരട്ടെ. പരേതനായ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഫിലിപ്പിയാണ്ട പിള്ളയോട് കേരളക്കരയിൽ ഒരു പാസ്റ്റർ ഒരിക്കൽ ചോദിച്ചു, പാസ്റ്റർ ഫിലിപ്പേ, നിങ്ങൾ ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നു, എന്താണ് അതിന്റെ കാരണമെന്ന് പറയാം. അപ്പൊ ഫിലിപ്പിയാണ്ട പിള്ള ഒരു തമാശ രൂപത്തിലെ സംസാരിക്കും. അദ്ദേഹം തോളത്ത് കൊട്ടിയിട്ട് പറഞ്ഞു, സ്നേഹിത, എനിക്ക് ഏറെക്കുറെ 5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എൻ്റെ അപ്പച്ചൻ ഒരു സന്ധ്യാസമയത്ത് നിരണം വലിയ പള്ളിയുടെ സമീപത്തുള്ള ആ തെങ്ങുംതടി പാലത്തെ കൂടെ എൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് വിശ്വാസ വീട്ടിൽ വന്നത്. ഇപ്പോൾ വയസ്സ് 52ഓളമായി. ഞാൻ ഇതുവരെയും ആ പാലത്തെ കയറി എൻ്റെ വീട്ടിലോട്ട് തിരികെ പോയിട്ടില്ല. അതാണ് എൻ്റെ പ്രതിഷ്ഠ. പാസ്റ്റർ ഞെട്ടിപ്പോയി. അങ്ങനെയുണ്ടോ? 5 വയസ്സോളം പ്രായമുള്ളപ്പോൾ സന്ധ്യാസമയത്ത് എൻ്റെ അപ്പച്ചൻ പാസ്റ്റർ ഫിലിപ്പിയാണ്ടപ്പിള്ളയുടെ അപ്പൻ ഫിലിപ്പ്
സുവിശേഷ വേലയ്ക്ക് വരുമ്പോൾ കുഞ്ഞുബാലനായി അവനെ പിടിച്ചുകൊണ്ട് വന്നതാണ്. ദൈവമക്കളെ, കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നുമില്ലേ? ഈ കാലത്തൊന്നും നമ്മളതിന്റെ ആഴം അറിയുന്നില്ല. നമുക്കിടയിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, KP കോശി. നിങ്ങൾ KP കോശി അപ്പച്ചനെ കുറിച്ച് കേട്ട് കാണും. സുവിശേഷ വേലയ്ക്ക് വരുമ്പോൾ ഒരു വലിയ സമ്പന്ന കുടുംബത്തിലേതായിരുന്നു. അക്കാലത്ത് അവരുടെ മക്കളെല്ലാം പല വിശ്വാസ വീടുകളിലാണ്. അദ്ദേഹത്തിനൊരു കുഞ്ഞുമോനുണ്ട്, ബെന്നി എന്നാണ് പേര്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഒരു കുഞ്ഞുബാലനായിരുന്നു. ഈ കുഞ്ഞുബാലനെ ശ്രീലങ്കയിൽ കൊണ്ടുപോയി പാസ്റ്റർ പോളിന്റെ മോൻ ഫ്രെഡി തന്നെ ശ്രീലങ്കയിൽ കൊണ്ടുപോയി. അദ്ദേഹം അവിടെയാണ് വളർന്നത്. കാലങ്ങൾ പലത് കടന്നുപോയി. ഒരു ദിവസം KP കോശി ശ്രീലങ്കയിലെ ഫെയ്ത്തോമിൽ ചേർന്നു. കൊളംബോ ഫെയ്ത്തോമിൽ മുട്ടി വിളിച്ചു. ഈ കുഞ്ഞുബാലനായ ബെന്നി ഓടി വന്ന് തടിമുടി ഒന്ന് നോക്കിയിട്ട് അകത്തി എന്നിട്ട് പാസ്റ്റർ ഫ്രെഡിയോട് പറഞ്ഞു, ഒരു വല്യപ്പൻ പാസ്റ്റർ അവിടെ വന്ന് നിൽക്കുന്നു. പാസ്റ്റർ അപ്പച്ചാ, ഒരു വല്യപ്പൻ പാസ്റ്റർ അവിടെ വന്ന് നിൽക്കുന്നു. ഫ്രെഡി അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് കഥവ് തുറന്ന് നോക്കുമ്പോൾ KP കോശിയാണ്. പാസ്റ്റർ ഫ്രെഡിയുടെ ഉള്ളം വിറച്ചു പോയി. കർത്താവേ, സ്വർഗരാജ്യ നിമിത്തം അപ്പനും മകനെ തിരിച്ചറിയാൻ കഴിയാതെ പോയോ? മോശ എന്താണ് അഹരോന്റെ വംശത്തോട് പറഞ്ഞത്? അപ്പനെ നോർത്തില്ല, അമ്മയെ നോർത്തില്ല, അവൻ സഹോദരങ്ങളെ ആദരിച്ചില്ല. ഒന്ന് വായിച്ചാട്ട്. അവിടെ പ്രമാണം പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അവൻ അപ്പനെയും അമ്മയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല, സഹോദരവർഗത്തെ ആദരിച്ചില്ല, സ്വന്തം മക്കളെന്ന് ഓർത്തില്ല. നിന്റെ വചനം അവർ പ്രമാണിച്ചു. നിന്റെ KP കോശി കണ്ടു. കുഞ്ഞുബാലനെ അദ്ദേഹവും അറിഞ്ഞില്ല. അദ്ദേഹം കുഞ്ഞുബാലൻ ഓടിപ്പോയി. ഇതെല്ലാം കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തെ വിളിച്ചു. എടാ ബെന്നി, ഇഞ്ഞു വന്നാട്ട്. ഇതാരാണെന്ന് അറിയാമോ? അറിയത്തില്ല അപ്പച്ച. KP കോശി ആരാടാന്ന് ചോദിച്ചു. KP കോശി എന്റെ അപ്പച്ചനാന്ന് പറഞ്ഞു. എടാ, ആ KP കോശിയാണിത്. ദൈവമക്കളെ, ഈ മാർഗം പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. ഇത് കൂണുപോലെ കുരുത്തതൊന്നുമല്ല. ആയിരക്കണക്കിന് വിശുദ്ധന്മാർ സ്വന്തം പ്രാണനെ പകച്ചി മാർഗത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് ഈ മാർഗം ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് പിൻഗാമികളുള്ളത്. ഇതിൽ അവസാനം വരെ ഒരു വൃതസ്ഥൻ അവശേഷിക്കും വരെ ഈ സഭയെ ദൈവം ഭൂമിയിൽ സൂക്ഷിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ അവർ പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്. എന്താണ് അവർ ചെയ്യുന്നത്? കഠിനാധ്വാനം ചെയ്യുന്ന ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം. അവർ വിശ്വാസത്താൽ ജീവിക്കുകയാണ്. വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. സമ്പാദ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ആരും ശമ്പളമൊന്നും തരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പട്ടിണി കിടക്കാന്നല്ല. ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭൗമ്യമായ ഒരു സമ്പത്തിനും യജമാനന്റെ ദയ കൊണ്ട് ഞങ്ങൾക്കൊന്നിനും കുറവില്ല. സഹോദരങ്ങളെ, ഒരു കാര്യത്തിനും കുറവില്ല. ദൈവം നീതിമാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ആഴത്തിൽ സ്നേഹിക്കുന്നു. ഒരപ്പനെയും ഒരമ്മയും വിട്ടപ്പോൾ എത്രയോ അപ്പച്ചന്മാരെയും അമ്മമാരെയും ദൈവം തന്നു. ചില കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്നേഹം കണ്ടാൽ അമ്പരന്ന് പോകും. ഞാനും പലപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കുഞ്ഞു ബാലന്മാരോടാണ്. അവർക്ക് നല്ല റീലി സ്നേഹമാണ്. ഒരു ദിവസം തന്നെ ഞാൻ തന്നെ ആരാധനയ്ക്കൊക്കെ പോയി സഭായോഗത്തിന് ഇല്ലാതെ വന്നാൽ അവരുടെ ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈയിടെ ഒരുത്തൻ എന്നോട് പറയാം, അപ്പച്ചൻ ബാംഗ്ലൂരിലും മദ്രാസിലും ഒന്നും പോകരുത്, ഞങ്ങൾ ഞായറാഴ്ച വരുമ്പോൾ അപ്പച്ചനെ ഇവിടെ കാണണം. എന്തിനാടാ? ഒന്നും അപ്പച്ചനെ ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ. ഞാൻ പറവൂരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം സഭായോഗം കഴിഞ്ഞ് ഞാൻ ഉടനെ അകത്ത് കയറി കഥ അടച്ചു. എനിക്ക് വേണ്ടത്ര സുഖം ഉണ്ടായില്ല, കാലിന് വേദന തോന്നി. അപ്പൊ അവിടെ ഒരു കുഞ്ഞു ബാലനുണ്ട്. അവൻ ആ കഥ വഴിയും കണ്ടുവന്ന് നോക്കിയേച്ചു പോയി. രാത്രിയായി, പാതിരാത്രി ഇവൻ കരച്ചിൽ തുടങ്ങി. ഭയങ്കര കരച്ചിൽ കേട്ട് അമ്മയും അപ്പനും കൂടെ ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. മോനെ എന്താന്ന് ചോദിച്ചു. പാസ്റ്റപ്പച്ചന് വയ്യ. നിന്നോട് ആര് പറഞ്ഞു? ഞാൻ പോരുമ്പോൾ അവിടെ കാലിന് വേദനയായി കിടക്കുന്ന കണ്ടു. അർദ്ധരാത്രി 2 മണിക്ക് എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് എനിക്ക് കുഴപ്പമില്ലടാ, നീ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ ശേഷമാണ് അവൻ ഉറങ്ങിയത്. രഹസ്യം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ കർത്താവായ യേശു പറഞ്ഞു, ഒരുവൻ എന്റെ പിന്നാലെ വന്ന് അവനൊരപ്പനെയും അവനൊരമ്മയും ഉപേക്ഷിച്ചാൽ അവന് 100 മടക്കിന് അപ്പന്മാരെയും അമ്മമാരെയും സഹോദരങ്ങളെയും കൊടുക്കും. വാഗ്ദത്തം ചെയ്ത ദൈവം അവൻ വിശ്വസ്തൻ. അതല്ലേ യേശു പറഞ്ഞത്? എന്റെ നാമനിമിത്തം അപ്പനെയോ അമ്മയോ വിട്ടാൽ 100 കണക്കിന് അപ്പന്മാർ. എത്ര നല്ല സഹോദരന്മാർ, എത്ര നല്ല സ്നേഹിതർ. ഞാനും പലപ്പോഴും അമ്പരന്ന് പോയിട്ടുണ്ട്. നമ്മുടെ നന്മയെ അവർ പ്രതീക്ഷിക്കുന്നല്ലോ, നമ്മുടെ നന്മയ്ക്കായി അധ്വാനിക്കുന്നല്ലോ, നമ്മുടെ നന്മയെ കണ്ടവർ സന്തോഷിക്കുന്നല്ലോ. എന്ത് നല്ല സഹോദരങ്ങൾ, നല്ല അപ്പച്ചന്മാർ, നല്ല അമ്മമാർ. യേശു പറഞ്ഞതാണ്. ഒന്ന് വായിച്ചേ. അതിന് യേശു എന്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ. ഉപദ്രവം അതെന്തിനാ പറഞ്ഞെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. ഉള്ളതല്ലേ? എന്ന് ഉറക്കെ വായിച്ചേ.
ഉപദ്രവങ്ങളോടും കൂടെ. ഉപദ്രവങ്ങളോട്, അത് വേണ്ടായിരുന്നില്ലേ? ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ് വീടുകളിൽ. അതിന്റെ അർത്ഥം ഉപദ്രവം ഇല്ലെങ്കിൽ അവന് ഈ ലോകത്തിലെ സന്തോഷത്തിൽ, ഈ അപ്പച്ചനെയും അമ്മയൊക്കെ കിട്ടിയ സന്തോഷത്തില് സ്വർഗം മറന്നുപോകും. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? റോസപ്പൂ ഉണ്ടാക്കിയപ്പോൾ തന്നെ മുള്ളു വെച്ച് കൊടുത്തേക്കുന്നത് കണ്ടിട്ടില്ലേ? ഇരിക്കട്ടെ എന്നോർത്താണ്. ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് കിട്ടും. സംഭവം സത്യമാണ്. ഞങ്ങൾ അനുഭവസ്ഥരാണ് സഹോദരങ്ങളെ. ഞങ്ങൾക്ക് ധൈര്യമായി പറയാം, 100 മടങ്ങ് ദൈവം തന്നെ. എത്ര സഹോദരന്മാർ, എത്ര സഹോദരിമാർ, എത്ര മുതിർന്നവർ, പലപ്പോഴും ഞങ്ങളുടെ നന്മയിൽ അവർ സന്തുഷ്ടരായി സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രോഗിയായി കിടന്നാൽ അവർ സ്നേഹിക്കുന്നു, അവർ സംരക്ഷിക്കുന്നു. എന്താ കാര്യം? നമ്മുടെ കർത്താവ് പറഞ്ഞതാണ്. അപ്പോൾ ഓർത്തുകൊള്ളണമേ, പുതിയ നിയമസഭ, സഭയ്ക്കൊരടിസ്ഥാനമുണ്ട്. അത് പാറമേലാണ് പണിതിരിക്കുന്നത്. സഭ ക്രിസ്തുവിന്റെ കാന്തയാണ്. ഇതിന്റെ ഉപദേശത്തിന് അടിസ്ഥാനമുണ്ട്. അത് ശുശ്രൂഷയ്ക്കൊരു അടിസ്ഥാനമുണ്ട്. ഓരോ ശുശ്രൂഷകനാണ് അവരുടെ ജോലി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം. ഞങ്ങൾക്ക് ധൈര്യമായി യജമാനോട് പറയാം, പൂർണ്ണമായിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നല്ലൊരു ഭാഗവും ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ദൈവത്തിന്റെ സംരക്ഷണം കണ്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആലുവായിരിക്കുമ്പോൾ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. ആ സേസിയപ്പച്ചൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ബഹുമാനപ്പെട്ട കാർ എന്നേക്കാൾ 2 വയസ്സിന് മൂത്തതാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്നാന്നറിയാമോ? എത്ര ചവിട്ടി പിടിച്ചാലും 40 കിലോമീറ്റർ സ്പീഡുള്ളൂ. രണ്ടാമത്, ഒരു തുള്ളി ഡീസൽ ഇല്ലെങ്കിലും നമ്മുടെ ആശ്വാസത്തിന് എപ്പോഴും ഡീസൽ ഇങ്ങനെ ഫുൾ കാണിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം നാഗർകോവിൽ പ്രസംഗം കഴിഞ്ഞ് അർദ്ധരാത്രി ഞാൻ തിരിച്ചു പോവുകയാണ്. രാത്രി 2 മണി, പ്രഭാത സമയം. എനിക്ക് പ്രഭാതത്തിൽ ഞായറാഴ്ച സഭായോഗം നടത്തണം. ഞാൻ പ്രിയമുള്ളവരെ വഴിയിലെത്തുമ്പോൾ വാഹനം നിന്നു. ഞാൻ പുറകിൽ ഉറങ്ങുകയായിരുന്നു. ഡീസൽ തീർന്നുപോയി. ഒരു സൈഡിലേക്ക് വാഹനം കൊണ്ടിട്ടു. ഞാൻ ഇറങ്ങി പുറത്തു വന്ന് യജമാനനെ എങ്ങനെ ഓടിയെത്തും? അർദ്ധരാത്രി, തമിഴ്നാടാണ്. അവിടെ എങ്ങും ഒരു വെട്ടം പോലുമില്ല. വണ്ടിയുടെ ബോണറ്റ് തുറന്നു. ഞാൻ ഇറങ്ങി പുറത്തു നിൽക്കുകയാണ്. എൻ്റെ ഉള്ള ഉരുകിപ്പോയി. സംരക്ഷകൻ ദൈവമേ എന്തു ചെയ്യും? ചില നിമിഷങ്ങൾ കഴിഞ്ഞൊരു നാഷണൽ പെർമിറ്റ് ലോറി അതിലേ വന്നു. ഉടനെ ആ ലോറിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് എന്നോട് ചോദിച്ചു, എന്തു പറ്റി അച്ചായ? അപ്പൊ ഞാൻ പറഞ്ഞു, ഡീസൽ തീർന്നു. അയ്യോ, അത് നോക്കിക്കണ്ടാലോ. താൻ പെട്ടെന്ന് ഒരു വലിയൊരു 50-ന്റെ ടിന്നാന്ന് തോന്നുന്നു, ഒരു കന്നാസ് എടുത്തുകൊണ്ട് വന്നു. അതിലേക്ക് ഡീസൽ ഒഴിച്ചു തന്നു. അതിന്റെ എയറെല്ലാം എടുത്തു കളഞ്ഞു. എല്ലാം കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൈ കൊടുത്തു. അപ്പൊ ഞാൻ ബാഗ് എടുത്ത് കൈ പിടിച്ചു. ഞാൻ ഓർത്ത്, കർത്താവേ, ഇവനോട് സ്വോത്രം പറഞ്ഞാൽ ഡീസൽ കിട്ടത്തില്ല. സ്വോത്രം പറയണോ? പൈസ കൊടുക്കണോ? എന്ത് ചെയ്യണമെന്നറിയാതെ കാശൊക്കെ എണ്ണി കൈ പിടിച്ചു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കയ്യിലോട്ട് തന്നു. പെട്ടെന്ന് അദ്ദേഹം വാഹനത്തിൽ കയറി. ഓടി അങ്ങ് വണ്ടിയെ കയറി. ഞാൻ പുറകെ വിളിച്ചു, നിന്നില്ല. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, യജമാനനെ എന്നോട് കാണിച്ച കരുണ ഹേതുവായി നീ അവന്റെ തലമുറയിൽ 1000 മടങ്ങ് കൊടുക്കണം. നിന്റെ ദയ അവന്റെ വംശത്തെ വിട്ടുപോകരുതേ എന്ന് പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. വാഹനം പുറകെ ഓടി അതൊരു സ്ഥലത്ത് നിന്ന് അങ്ങ് പോയി. ചില നാളുകൾക്ക് ശേഷം ഒരു ദിവസം പാസ്റ്റർ വെസിലിച്ചാനുള്ള സമയമാണ്. അദ്ദേഹം എന്നോടൊരു മീറ്റിങ്ങിന് പോകാൻ പറഞ്ഞു. അപ്പൊ ഞാനന്ന് പ്രഭാതത്തിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു, അപ്പച്ചാ എനിക്ക് വളരെ ക്ഷീണമാണ്. ഇദ്ദേഹത്തിന് ഞങ്ങളെക്കാൾ ക്ഷീണമാണോ എന്ന് ചോദിച്ചു ഫോൺ കട്ട് ചെയ്തത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അദ്ദേഹം പിന്നെ MD തോമസിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് ഷൗട്ട് ചെയ്ത്, നീ എന്താണ് അങ്ങനെ പറഞ്ഞു? ചില ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉറങ്ങിയപ്പോൾ ഞാൻ യേശുവിനെ കണ്ടു. യേശു വന്ന് എന്നോട് പറയുക, ഞാൻ ഏകനായി ഗെത്സമന തുടങ്ങി ഗോൽഗോത്തായോളം ക്രൂശ് ചുമന്നില്ലേ? ആ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഞാൻ കഷ്ടമനുഭവിച്ചില്ലേ? ഈ സുവിശേഷം ജാതികളോട് പ്രസംഗിക്കാൻ ഞാൻ നിന്നെ അയച്ചതല്ലേ? നിനക്ക് വസ്ത്രമില്ലേ? ഭക്ഷണമില്ലേ? നിനക്ക് എല്ലാ സംരക്ഷണവും ഇല്ലേ? നിനക്ക് പോയി പറഞ്ഞുകൂടെ? നിന്റെ എല്ലാ വഴിയിലും കാക്കുവാൻ ദൂതനില്ലേ? ഓർമ്മയുണ്ടോ? നീ ഒന്ന് ഓടി വരുമ്പോൾ നിന്റെ വാഹനത്തിന്റെ ഡീസൽ തീർന്നപ്പോൾ നിനക്ക് ഡീസൽ കൊണ്ട് തന്നത് ആരാണെന്നറിയാമോ? ഭൂമിയിലെ മനുഷ്യരല്ല, നിന്റെ പിതാവ് നിന്റെ സംരക്ഷണത്തിന് അയച്ച ദൂതനാണ്. ഞാൻ ഞെട്ടിപ്പോയി. സംഭവം സത്യമാണ് സഹോദരങ്ങളെ. ദൈവത്തിന്റെ കരുതലുകൾ എത്രയോ അഗോചരം. ദൈവം വിശ്വസ്തനാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തമ്മിലിണക്കിപ്പണത നഗരത്തിൽ നമ്മയും കൊണ്ടുവന്നല്ലോ. തമ്മിലിണക്കിപ്പണത നഗരമായ യെരൂശലേമേ, ഞങ്ങളുടെ കാലടികൾ നിന്നിലേക്ക് കൊണ്ടുവന്നല്ലോ. വിശുദ്ധന്മാർ ഐക്യം നമുക്ക് തന്നല്ലോ. ഈ സഭയോടുകൂടെ നമുക്കൊരു കൂട്ടായ്മ തന്നല്ലോ. കണ്ണുകൊണ്ട് ഭക്തന്മാരെ കാണാൻ ഭാഗ്യം കിട്ടിയല്ലോ. എത്ര വലിയ കാര്യം. ഇപ്പൊ എറണാകുളത്ത് ഒരു ആളുണ്ട്. അദ്ദേഹം ഗുരുകുലത്തിൽ 22 വർഷം പഠിച്ചതാണ്. ഹൈന്ദവ സന്യാസിമാരുടെ ഒരു ഭാഗമാണ് ഗുരുകുലം. അവർ സങ്കല്പ ദേവന്മാരെ അംഗീകരിക്കത്തില്ല. ഭൂമിയിൽ വന്ന പ്രഗത്ഭരായ ഗുരുക്കന്മാരെ കുറിച്ച് പഠിക്കും. ദീർഘവർഷം പഠിച്ച ഒരു ഗുരുകുലത്തിൽ പഠിച്ച അശോകനെ ഞാൻ കണ്ടെത്തി. അശോകൻ എന്ത് ചെയ്തു? ചില കാലങ്ങൾക്ക് ശേഷം അത് വിട്ട് പുറത്തു വന്നു. എവിടെ വെച്ചോ കാണുമ്പോൾ തന്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, എടാ, നമ്മൾ പഠിച്ച ഗുരുകുലത്തിൽ ഏറ്റവും വലിയ ഗുരു യേശുദേവനല്ലേ? അതെ.
യേശുവിന്റെ ഗുരുത്വം പ്രാപിച്ച് ശിക്ഷകണങ്ങളായി ഇന്നും ഭൂമിയിൽ ജീവിക്കുന്നവരുണ്ടടാ എന്ന് പറഞ്ഞു. ആദ്യം അശോകൻ അത്ഭുതം തോന്നിയെങ്കിലും നമ്മുടെ വിശ്വാസ വീട്ടിൽ കൊണ്ടുപോയി. അദ്ദേഹം നമ്മളെക്കുറിച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ചു. അപ്പോൾ യേശു ജീവിക്കുന്ന പോലെ ജീവിക്കുന്നു, സമ്പാദ്യമില്ല, ഒന്നുമില്ല എന്ന് മനസ്സിലായി. അദ്ദേഹം വിട്ട് നമ്മുടെ കൂടെ വന്നു. കൂടുതൽ കാര്യം അറിയാൻ വേണ്ടി ഒരു സ്നേഹിതൻ അദ്ദേഹത്തെ ഉമ്മന്നൂർ ഫെയ്ത്ത് ഹോമിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ അദ്ദേഹം അമ്പരന്ന് പോയി. ഞാനിപ്പോൾ അവസാനമായി എറണാകുളത്ത് മീറ്റിംഗ് ചെല്ലുമ്പോഴും ഞാൻ അശോകനെ കണ്ടു. അശോകൻ പറയാം, അന്ന് ഗുരുകുലത്തിൽ ഏറ്റവും വലിയ ഗുരുക്കന്മാരിൽ ഒരുവനായ യേശുദേവനെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച ആ ഗുരുവിന്റെ പിൻഗാമികൾ ഇന്ന് ലോകത്തിലുണ്ട്. അതാണ് ഭൂമിയിലെ സ്ത്രീകന്മാർ. നമുക്ക് വിശുദ്ധന്മാർ ഐക്യത്തിൽ നമ്മളെ കൊണ്ടുവന്നല്ലോ. നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മളോട് ദയ കാട്ടിയല്ലോ. നന്മയുള്ളവരായി നമുക്ക് നമ്മുടെ രക്ഷകനെ സ്തുതിക്കാം. എത്രയോ പേർ കണ്ടെത്തിയിരിക്കുന്നു. ഒരു വലിയ കടക്കണിയിൽപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. എറണാകുളത്ത് താമസിക്കാൻ അവന് രക്ഷയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് അവനൊരു ഒളിവിലൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ഫെയ്ത്തുമായി ബന്ധപ്പെട്ടു. പിന്നീട് ദൈവം അവനെ അനുഗ്രഹിച്ച് അവനൊരു വലിയ സമ്പന്നനായി. അവൻ എന്നോട് അപ്പോൾ അവനൊരു വലിയ ക്ലാസ് കടയുണ്ട്, എറണാകുളത്താണ്. ഒരു പുതിയ ക്ലാസ് കട തുടങ്ങി. എല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിലും പിന്നെയും കോടിക്കണക്കിന് വില വരുന്ന ഒരു കെട്ടിടം വാങ്ങിയ ഒരു കട തുടങ്ങി. അപ്പം ഞാനൊരു ദിവസം ചെന്നിട്ട് പറഞ്ഞെടാ, വലിയ ഭാരമില്ല, കണ്ണേ വെച്ചാൽ വലിയ ഭാരമില്ലാത്തൊരു കണ്ണാടി തരണമെന്ന് പറഞ്ഞു. അവൻ തരാപ്പച്ചായ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്തു, അവിടെ ഞാൻ പിന്നെ വാങ്ങാൻ ചെന്നപ്പോൾ അവനൊരു സാധനം തന്നു. അപ്പം ഇതിന് വിലയുള്ളതാണ്. അപ്പം ഞാൻ ചോദിച്ചെടാ കുഞ്ഞെ, ഇതിന് എന്തോ വില വരും? അപ്പം ഞാൻ ചോദിച്ചു അതിൻ്റെ വില. അവൻ ചോദിക്കുകയാണ്, ഇതിൻ്റെ വില ഞാൻ പാസ്റ്റപ്പച്ചനോട് പറയണോ? ഞാൻ പറഞ്ഞു പറയണം. അങ്ങനാണെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന എന്നെ മാന്യനാക്കി ഈ വിശുദ്ധന്മാരെ ഗണത്തിൽ കൊണ്ടുവന്ന് ഈ നീതിയുടെ മാർഗം എനിക്ക് പറഞ്ഞു തന്നതിന് ഞാൻ എന്നാ വില തരും? നമ്മളെന്തോ പറയും? അതിൻ്റെ വില പറയാമെങ്കിൽ ഇതിൻ്റെ വില പറയും. ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന കണ്ണാടി അതാണ്. അവൻ എന്നോട് പറയാം, അതിൻ്റെ വില പറയാമെങ്കിൽ ഞാൻ ഇതിൻ്റെ വില പറയാം. നാശയോഗ്യനായി നരയോഗ്യനായി തെരുവുനായെപ്പോലെ അലഞ്ഞു നടന്ന് എന്നെ സ്നേഹിച്ച് ഈ നീതിയുടെ മാർഗത്തിൽ കൊണ്ടുവന്ന് എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ഒന്നേന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു വാങ്ങിത്തന്ന് ഈ വിശുദ്ധന്മാരുടെ മാർഗം എനിക്ക് കാട്ടിത്തന്ന അങ്ങയ്ക്ക് ഞാൻ എന്തു വില തരണം? അത് പറയാമെങ്കിൽ ഇത് തരാം. ഞാൻ കുഴഞ്ഞുപോയി. ഞാൻ പറഞ്ഞു അതിൻ്റെ വില എനിക്ക് അറിഞ്ഞുകൂടാ, അന്നായി കണ്ണാടിയുടെ വില അറിയണ്ടെന്ന് പറഞ്ഞു. പോരുമ്പോൾ എനിക്കൊരു വലിയ എമൗണ്ട് എനിക്ക് ചെക്ക് എഴുതി തന്നു. വാസ്റ്റപ്പച്ച അപ്പച്ചൻ എന്താന്ന് വെച്ചാൽ ചെയ്തു. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ. നന്ദിയുള്ളവരായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവെ, അലഞ്ഞു തിരിഞ്ഞ് നടന്ന എന്നെ നീതിമാന്മാരുടെ ഗണത്തിൽ ഈ വിശുദ്ധന്മാരുടെ സഭയിൽ കൊണ്ടെത്തിച്ചെന്ന് സന്തോഷമുള്ളവർ മതി, അല്ലാത്തൊരു കൈവക്കണ്ട. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവമക്കളെ, കർത്താവ് നമ്മളോട് കരുണ ചെയ്തു. മരുഭൂമിയിലെ സഭയോടുകൂടെ ഒരുവൻ ഇരുന്നതുപോലെ ഈ കൃപായുഗത്തിലെ സഭയോടുകൂടെ ഒരുവനുണ്ട്. കർത്താവ് നമ്മെ സ്നേഹിച്ചല്ലോ, ഈ ഐക്യത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നല്ലോ. ഈ ഐക്യത്തിൽ വന്നു ചേരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുക, മാനസാന്തരപ്പെടുക, വിശ്വസിച്ച് സ്നാനമേൽക്കുക, വേർപെട്ടൊരു ജീവിതം ചെയ്യുക, വിശുദ്ധന്മാരോട് ഐക്യപ്പെടുക. തലയാകുന്ന ക്രിസ്തുവിനോളം നിങ്ങൾ സകലത്തിലും വളർന്നു വരിക. മശിയ മടങ്ങി വരാറായി, അവന്റെ കാഹളം കേൾക്കാറായി, നിത്യതയുടെ കവാടം തുറക്കാറായി. ദൂതന്മാർ കാഹളം ഒരുങ്ങുവാൻ ഒരുക്കമായി. തമ്മിലിണക്കി പണിത നഗരമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ ഉള്ളിൽ വന്നു ചേർന്നിരിക്കുന്നു. നമുക്ക് നന്ദിയുള്ളവരായി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഈ രാത്രി നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, നിന്നെ ഞാൻ സ്നേഹിക്കും. എല്ലാവരും അതിൽ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഏറ്റു പറഞ്ഞാട്ട്, കർത്താവേ, എന്റെ അവസാന നിമിഷം വരെ നിന്നെ ഞാൻ സ്നേഹിക്കും. കർത്താവേ, ഈ ശ്രേഷ്ഠമായ ഉപദേശത്തെ ഞാൻ സ്നേഹിക്കും. കർത്താവേ, നിനക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ജീവിപ്പാൻ വന്ന ഈ വിശുദ്ധന്മാരെ ഞങ്ങൾ സ്നേഹിക്കും. കർത്താവേ, അങ്ങ് രക്തം കൊടുത്തു മേടിച്ച ഈ സഭയെ ഞങ്ങൾ സ്നേഹിക്കും. നമുക്ക് ഏറ്റുപറയാം. സ്വർഗം നിന്നെ അനുഗ്രഹിക്കട്ടെ. തമ്മിൽ ഇണക്കിപ്പണുന്ന നഗരത്തിൽ നീ വന്നല്ലോ. നിന്റെ കാതുകൾ വിശുദ്ധന്മാരുടെ ശബ്ദം കേട്ടല്ലോ. നിന്റെ കണ്ണുകൾ വിശുദ്ധന്മാരെ കണ്ടല്ലോ. ഇത്ര വലിയ ഭാഗ്യം ഏഴയായ നിനക്ക് ദൈവം തന്നല്ലോ. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കും. എന്ന് ഏറ്റു പറഞ്ഞാട്ടെ, ഞാൻ നിന്നെ സ്നേഹിക്കും കർത്താവേ. ഞാൻ ഈ മാർഗത്തെ സ്നേഹിക്കും കർത്താവേ. ഞാൻ ഈ വിശുദ്ധന്മാരെ സ്നേഹിക്കും കർത്താവേ. ഈ ശ്രേഷ്ഠമായ ഉപദേശത്തെ ഞാൻ സ്നേഹിക്കും കർത്താവേ. ഈ ഭൂമിയിൽ വിശുദ്ധന്മാരോടുകൂടെ ഓഹരി തന്ന ദൈവമേ, കർത്താവേ, നിത്യതയുടെ കവാടത്തിൽ എന്നെയും കണ്ടെത്തുവാൻ സഹായിക്കണമേ. ആത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. പരിശുദ്ധാത്മാവ് ഹൃദയത്തെ ഉണർത്തട്ടെ. അതരം തുറന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നാട്ട്, സിയോനിൽ ദൈവം നിന്നെ
അനുഗ്രഹിക്കും. സിയോനിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്നെ അടത്തി, കാട്ടൊലിവായ നിന്നെ അടത്തിയെടുത്ത് നല്ല ഒലിവിനോടുകൂടെ ഒട്ടിക്കും. കാട്ടുമുന്തിരിയായ നിന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാക്കി മാറ്റും. ഹല്ലേലൂയ. ആത്മാവ് ഹൃദയത്തെ ഉണർത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇനി മറ്റൊരു കാര്യത്തിനായി പ്രാർത്ഥിക്കണം. കർത്താവേ, നീ വരുവോളം ഈ സഭയിൽ വൃതസ്ഥരായ വിശുദ്ധന്മാർ എഴുന്നേൽക്കേണ്ടതിന് എന്റെ വംശത്തിൽ നിന്ന് വൃതസ്ഥന്മാരെ എഴുന്നേൽപ്പിക്കണം. ആഗ്രഹമുള്ളവർ കരങ്ങൾ ഉയർത്തിക്കാട്ട്. കർത്താവേ, നിന്റെ പ്രതിപുരുഷന്മാരായി വൃതസ്ഥരായി ജീവിക്കേണ്ടതിന് എന്റെ വംശത്തിൽ നിന്ന് ഇനി അനേകരെ എഴുന്നേൽപ്പിക്കണം. എന്റെ തലമുറയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണം. ശ്രേഷ്ഠമായ ഉപദേശം ഞങ്ങൾക്ക് തരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ അഭിഷേകം നൽകിയവേ, വിശുദ്ധരിൻ കൂട്ടായ്മയേകിയവൻ, ആത്മാവിൻ അഭിഷേകം നൽകിയവൻ, വിശുദ്ധരിൻ കൂട്ടായ്മയേകിയവൻ. ആമേൻ. തലയാകും തന്നോളം വളർന്നിടുവാൻ, അനുദിനം തരുന്നു നൽവചനങ്ങളും. തലയാകും തന്നോളം വളർന്നിടുവാൻ, അനുദിനം തരുന്നു നൽവചനങ്ങളും. ഓടുന്നു ഞാൻ, പരമവിളിയുടെ ലാക്കിലേക്ക്. ഓടുന്നു ഞാൻ, പരമവിളിയുടെ ലാക്കിലേക്ക്. ആമേൻ. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ, വാഗ്ദത്തങ്ങൾ നിയമ അന്യരും പ്രത്യാശയില്ലാതെ, ദൈവമില്ലാതെ ജീവിച്ച കാലഘട്ടത്തിൽ അവിടുന്ന് ദൈവം നമ്മെ വിളിച്ച് നമ്മെ രക്ഷിച്ച് സത്യമാർഗത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു. സത്യോപദേശം നമുക്ക് മനസ്സിലാക്കി രക്ഷിക്കപ്പെടുവാനും ജലസ്നാനം സ്വീകരിപ്പാനും പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുവാനും ഈ അപ്പോസ്തലിക മാർഗത്തിൽ കൂട്ടായ്മ ആചരിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. ഈ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നല്ലോ. നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടച്ച് കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് തന്നെ അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോകാതെ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഒടുവിലത്തെ രാത്രി മീറ്റിംഗാണ്. പ്രാർത്ഥിച്ച പറഞ്ഞ ശേഷമേ ഈ സ്ഥലം വിട്ടുമാറാകൂ.
എല്ലാവരും കണ്ണടച്ചാട്ട് ഈ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നല്ലോ. നമുക്ക് പറയാം, മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, കർത്താവെ അങ്ങ് ഞാൻ സ്നേഹിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി നമുക്ക് വീണ്ടും പറയാം, കർത്താവെ അങ്ങ് ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നവരെയും കർത്താവെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവരെയും അങ്ങേ മാത്രം ഞാൻ സ്നേഹിക്കും. അങ്ങേ മാത്രം ഞാൻ സ്നേഹിക്കും. അങ്ങേ മാത്രം ഞാൻ സ്നേഹിക്കും. യേശുവേ, നീ മാത്രം എനിക്ക് മതി എന്ന് കർത്താവേ. ഹല്ലേലൂയ. നിന്റെ ഇഷ്ടം ഞാൻ ചെയ്യും കർത്താവേ. നിന്നെ അങ്ങേ പ്രസാദിപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിതം ചെയ്യും കർത്താവേ. യേശുവേ, എന്നെ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. നമ്മുടെ പ്രിയൻ ദൈവമക്കളെ, അതിശ്രേഷ്ഠമായ വാസസ്ഥലം ഒരുക്കി നമ്മുടെ പ്രിയൻ യേശു വേഗത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. നമ്മൾ കേട്ടല്ലോ, ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിൽക്കുന്ന സുവിശേഷം. എന്തിനു വേണ്ടി ഈ ശ്രേഷ്ഠ സുവിശേഷം അപ്പോസ്തലന്മാരെ പരിമേൽപ്പിച്ചു? തികവിലേക്ക് മനുഷ്യനെ നയിക്കുവാൻ, തികവ് പ്രാപിക്കുന്ന, പൂർണ്ണത പ്രാപിക്കുന്നതായ ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന വാസസ്ഥലം പുതിയ യെരൂശലേം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഉന്നത വാസസ്ഥലം നമുക്ക് അവകാശമാക്കാനായി നമുക്ക് ഒരുങ്ങാം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ, ദൈവമക്കളെ, ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, വിശുദ്ധ സ്ഥലമാണെന്ന് നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചു കേട്ടല്ലോ. നമുക്കായി മനോഹരമായൊരു സ്ഥലം കർത്താവ് ഒരുക്കുന്നുണ്ട്. ആർക്കു വേണ്ടി? പൂർണ്ണപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി, പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കുന്നവർക്ക് വേണ്ടി, പരിശുദ്ധമായ ജീവിതം ചെയ്യുന്നവർക്ക് വേണ്ടി, പ്രത്യാശയോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി, ഹല്ലേലൂയ, ലോകത്തിൽ ജയത്തോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി, ദൈവകൃപയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറഞ്ഞ് ജീവിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ യേശു വേഗം വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ വീണ്ടും ഒരു പ്രാവശ്യം കൈകളെ തട്ടി നമുക്ക് പാടാം. മഴിയാത്ത മാർഗത്തിലാണതിൻ വേലകൾ, സ്വർഗത്തിലാണെന്റെ മന്ദിരം. മഴിയാത്ത മാർഗത്തിലാണതിൻ വേലകൾ, എത്ര മനോഹരോ എന്റെ വാസസ്ഥലം, എത്ര മനോഹരോ എന്റെ വാസസ്ഥലം. തത്ര കർത്താവൊരു കുമ്മില, തത്ര കർത്താവൊരു കുമ്മില. സ്വർഗത്തിലാണെന്റെ മന്ദിരം. അഴിയാത്ത മാർഗത്തിലാണതിൻ വേലകൾ, സ്വർഗത്തിലാണെന്റെ മന്ദിരം. അഴിയാത്ത മാർഗത്തിലാണതിൻ വേലകൾ, എത്ര മനോഹരോ എന്റെ വാസസ്ഥലം, എത്ര മനോഹരോ എന്റെ വാസസ്ഥലം. തത്ര കർത്താവൊരു കുന്നില, തത്ര കർത്താവൊരു കുന്നില. സ്വർഗത്തിലാണെന്റെ മന്ദിരം. കഴിയാത്ത മാർഗത്തിലാണതിൻ വേലകൾ, സ്വർഗത്തിലാണെന്റെ മന്ദിരം. കഴിയാത്ത മാർഗത്തിലാണതിൻ വേലകൾ, എത്ര മനോഹരോ എന്റെ വാസസ്ഥലം, എത്ര മനോഹരോ എന്റെ വാസസ്ഥലം, മനോഹരോ എന്റെ വാസസ്ഥലം, എത്ര 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 മനോഹരോ എന്റെ വാസസ്ഥലം. റബജു റബജു റബജു. ഹല്ലേലൂയ. പ്രത്യാശയുടെ ദൈവമക്കൾ എല്ലാവരും അല്പസമയം ആത്മാവിൽ നിന്ന് ആരാധിച്ചാട്ട്, കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിച്ചാട്ട്, കർത്താവിന്റെ സ്നേഹത്തെ നിറഞ്ഞു കർത്താവിനെ ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. അന്യമായി സംസാരിച്ച് കർത്താവിനെ ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹത്തെ നിറഞ്ഞു കർത്താവിനെ ആരാധിക്കാം. Thank you, Lord. Give on the current, shake up the light. Do not become the light. Do not become. Hallelujah. 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 Thank you, Lord. എത്ര മനോഹരം എന്റെ വാസസ്ഥലം, എത്ര മനോഹരോ എന്റെ വാസസ്ഥലം. തത്ര കർത്താവൊരു കുന്നില, തത്ര
ആമേൻ. ആമേൻ. ഹല്ലേലൂയ. 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 Thank you, Lord, that we come to them tonight. Hallelujah. നമ്മെ രക്ഷിച്ച കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവമക്കൾ ശക്തമായൊരു ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ച കർത്താവ്, നമ്മുടെ പാപം നോക്കി നമ്മെ ശുദ്ധീകരിച്ച കർത്താവ്, ദൈവമക്കളെ ഉന്നതപടിയായി വിളിച്ച് ഈ ശ്രേഷ്ഠാനുഭവത്തിൽ കൊണ്ടുവന്ന കർത്താവിന് നമുക്ക് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം. Praise the Lord. Hallelujah. Hallelujah. നമ്മുടെ പ്രിയ നമുക്ക് നല്ലവനായി കൂടെ കൊണ്ട് സ്തോത്രം ചെയ്യാം. അവന്റെ കൃപ നമ്മോടിരിക്കുന്നതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയ മക്കളെ, ദേശവാസികളെ, നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു മീറ്റിംഗ് ദൈവം നമുക്ക് നൽകി. കഴിഞ്ഞ ദിവസം ഇന്നലെ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് മഴയുടെ കോളക്കം വന്നതാണ്. ഏനാത്ത് ഭാഗത്തൊക്കെ വലിയ നല്ല ശക്തമായി മഴയായിരുന്നു. നമുക്ക് ദൈവം പ്രകൃതി അനുകൂലമാക്കി ഇന്നും ദൈവം നമ്മെ സഹായിച്ചു. എത്ര മനോഹരമായ കർത്താവ് നമ്മെ സഹായിച്ചു. നമ്മൾ എത്രമാത്രം സ്നേഹിച്ചു. പ്രകൃതി നമുക്ക് അനുകൂലമാക്കി. ഈ 2 ദിവസത്തെ മീറ്റിംഗ് കർത്താവ് അനുഗ്രഹമാക്കി. കർത്താവിന്റെ ദിവ്യ വന്ദനം ശക്തമായി അറിയിപ്പാൻ പ്രിയദാസന്റെ കൃപ നൽകി. എല്ലാ നിലയിലും കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. അതിനായി സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. 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 ഇവിടെ ഇപ്പോൾ പരിശുദ്ധനും തിരുമാനിക്കുന്ന നമ്മുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയുടെ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വലിയവനായ ദൈവത്തെ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. ഈ ഉന്നതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളിത് കൊണ്ടുവന്നതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഈ മീറ്റിംഗ് തുടക്കം മുതൽ കർത്താവ് ഈ നിമിഷം വരെയും അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഞങ്ങളെ സഹായിച്ചതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. റബക്കത്തു നബി കം ദ ലൈറ്റ്. കർത്താവ്, ഞങ്ങൾ ആത്മാവിന് പാടി കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിന്റെ കൃപകൾ ശക്തികൾ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് രാത്രികാലവും കൃപ നൽകിയതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. 1-ാം ദിവസം മീറ്റിംഗിനെ നടത്തി. 2-ാം ദിവസം മീറ്റിംഗിന് കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്ന് പൗരക്കാരുടെ ഉപവാസ പ്രാർത്ഥനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ സംബന്ധിച്ച് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നടന്ന ശുശ്രൂഷയിലും നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവന്റെ ദിവ്യമായിട്ടുള്ള ആലോചന ഇന്ന് രാത്രികാലവും ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, മരുഭൂമിയെ കുറിച്ച്, മരുഭൂമിയുടെ കർത്താവ് സഭയെ കുറിച്ച് ഇന്ന് രാത്രികാലവും ഞങ്ങളോട് വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവേ. മരുഭൂമിയുടെ സഭ അത് ഏത് നിലയിൽ എപ്രകാരം ജീവിക്കണമെന്നും അതിന്റെ പ്രമാണം എപ്രകാരമാണെന്നും ഏതടിസ്ഥാനത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് അതിനകത്ത് കൂടെ ഞങ്ങളോട് ഇടപെട്ടതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. വചനം കേട്ടവരിൽ രക്ഷിക്കപ്പെടാനുള്ളവർ, ആരെങ്കിലും രക്ഷ പ്രാപിപ്പാൻ, ജലസ്നാനം സ്വീകരിപ്പാനുള്ളവർ ജലസ്നാനം സ്വീകരിപ്പാൻ സമർപ്പിക്കുവാൻ പരിശുദ്ധ ശക്തി പ്രാപിച്ചുകൊണ്ട് കർത്താവ് പരിശുദ്ധ ജീവിതം ചെയ്ത് വേർപാട് പാലിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിച്ച് അപ്പോസ്തല ഐക്യതയെ മുൻപോട്ട് വന്നുകൊണ്ട് ഈ കൂട്ടായ്മ ആചരിപ്പാൻ ഇന്ന് വചനം കേട്ടവരെ കർത്താവ് ഈ മാർഗത്തിൽ വരാതിരിക്കുന്നവരെ നിശ്ചയമായി ദൈവം ഇടപെട്ട് സംസാരിച്ച് കർത്താവെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലെ കർത്താവെ പരിപൂർണ്ണ പ്രാപിച്ചുകൊണ്ട് ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞു നിൽക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള സുവിശേഷങ്ങൾ കേട്ട് അത് ഗ്രഹിച്ചുകൊണ്ട് കർത്താവിൽ നിർമ്മല മനസ്സാക്ഷിയോടെ, നിഷ്കളങ്ക മനസ്സാക്ഷിയോടെ നിർമ്മലമായ ജീവിതം ചെയ്തുകൊണ്ട് കർത്താവിൽ നിർമ്മല കാന്തിയായി കാണപ്പെടുവാൻ, യേശുവിനോടുകൂടെ കാണപ്പെടുവാൻ എല്ലാവരെയും വചനം കേട്ട് എല്ലാവരെയും ഒരുക്കി ചെയ്യണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, നീ സ്ഥലം ഒരുക്കി വീണ്ടും വെളിപ്പെടുമ്പോൾ അങ്ങയുടെ വരവിൽ കാണപ്പെടുവാൻ കൊണ്ടും എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വചനം ആർക്ക് ശിക്ഷാവധിക്ക് കാരണമായി തരല്ലേ, നിത്യരാജ്യത്തിൽ കാണപ്പെടുവാൻ കൊണ്ടും എല്ലാവരെയും ഒരുക്കി ചെയ്യണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തമായ ദൈവത്തിന് വചനം അറിയിപ്പാൻ പ്രിയദാസിനോടുത്ത കൃപയ്ക്കായി സ്തോത്രം. ബലവും സൗഖ്യം കൊടുക്കണം, ആരോഗ്യം കൊടുക്കണം, ഇനിയും ആയിരങ്ങൾക്ക് പ്രയോജനമാക്കണം. വന്നിരിക്കുന്ന എല്ലാ ശുശ്രൂഷ ജനത്തെയും ദൈവമക്കളെയും പുതിയ ആത്മാക്കളെ എല്ലാം അനുഗ്രഹിക്കണം. ചുറ്റുപാട് കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, രക്ഷിക്കണം, നിത്യരാജ്യത്തെ കാണപ്പെടുവാതെ കൊണ്ട് ഒരുക്കണം. ഈ ദേശത്തെ മറ്റിടത്തെ രക്ഷിക്കണം കർത്താവേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടണമേ. നിന്റെ കുഞ്ഞുങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവ സാന്നിധ്യം കൊണ്ടിരിക്കട്ടെ. വരവിനായിട്ട് ഒരുക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും പരിശുദ്ധന്മാരോട് നമ്മളെല്ലാവരോടും കൂടെ എന്നേക്കും കർത്താവിന്റെ വരവരെയും മരിക്കുമാറാകട്ടെ. ആമേൻ. ശക്തമായ രണ്ടിന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.